പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. നമ്മുടെ ഈ യൂണിറ്റിലെ സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന യൂണിറ്റിലെ അവസാനത്തെ ഒരു നോവലിന്റെ ഭാഗമാണ് ആത്മാവിന്റെ വെളിപാടുകൾ. അത് നമ്മുടെ പെരുമ്പടവം ശ്രീധരൻ അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്നെടുത്തൊരു ഭാഗമാണ് ആത്മാവിന്റെ വെളിപാടുകൾ. നമുക്കറിയാം, പെരുമ്പടവം ശ്രീധരൻ എന്ന് പറഞ്ഞാല് തിരക്കഥാകൃത്തായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, ചെറുകഥാകൃത്തൊക്കെ ആയിരുന്നു, അല്ലെ. 1993 അദ്ദേഹത്തിന്റെ ഈ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ഇറങ്ങിയത്, അല്ലെ. അദ്ദേഹം പിന്നെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ അതുപോലെ സാഹിത്യ പ്രവർത്തകനായിരുന്നു. ഇതിന്റെ മറ്റു കൃതികൾ എന്ന് പറയുമ്പോൾ ഒരു സങ്കീർത്തനം പോലെ, അന്ത്യവെയിലെ പൊന്ന്, ആയില്യം, ഒറ്റച്ചിലമ്പ്, അഭയം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. അപ്പോ ഈ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന് പറഞ്ഞ ഈ ഒരു പാഠഭാഗം ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവലിൽ നിന്നെടുത്തൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അത് നമുക്കത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമുക്കറിയാം, ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത് വിശ്വപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരനായിരുന്ന ഫിയോദർ ദസ്തവേസ്കിയുടെ ജീവിതം ആസ്പദമാക്കി രചിച്ചൊരു നോവലാണ് എന്ന് മനസ്സിലാക്കുക. ചൂതാട്ടക്കാരൻ എന്ന നോവലിന്റെ രചനയിൽ ഏർപ്പെട്ടിരുന്ന ദസ്തവേസ്കിയുടെ അരികിൽ അന്ന എന്ന യുവതി എത്തുന്നതും തന്നെക്കാൾ വളരെ ചെറുപ്പമായ അന്നയോട് ദസ്തവേസ്കിക്ക് തീവ്രമായ പ്രണയം തോന്നുന്നതും ഒടുവിൽ അവർ ജീവിത പങ്കാളികളാവുന്നതും ആത്മസംഘർഷങ്ങളും ആശങ്കകളും ഒക്കെയാണ് ഈ നോവലിന്റെ പ്രമേയം. അതായത് ഒരു സങ്കീർത്തനം പോലെ നോവലിന്റെ പ്രമേയമാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു ആ നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ആത്മാവിന്റെ വെളിപാടുകൾ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണ്, അതിന്റെ ഒരു സന്ദർഭം എന്താ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ദസ്തവേസ്കിയുടെ ഒരു എന്താ പറയുക, ദൗർബല്യമായിരുന്നു ചൂതുകളി. ഭയങ്കര ചൂതുകളി ഭ്രാന്തനായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, അദ്ദേഹം പിന്നെ റഷ്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു നോവലിസ്റ്റാണ്, റഷ്യൻ നോവലിസ്റ്റാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ നോവലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്തസംഘർഷങ്ങളെ മനുഷ്യ മനസ്സിന്റെ വന്യതയുടെയും നിഗൂഢതയുടെയും ആവിഷ്കാരം നിർവഹിച്ചൊരു നോവലിസ്റ്റ് അദ്ദേഹം, അല്ലെ. പിന്നെ അദ്ദേഹത്തിന് പറയുമ്പോൾ ഈ ഒരു രീതിയില് ഹൃദയത്തിനുമേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവൻ എന്നാണ് ദസ്തവേസ്കിയെ കുറിച്ചിട്ട് പെരുമ്പടവം പറയുന്നത്, അല്ലെ. അപ്പോ ഈ ഒരു സങ്കീർത്തനം പോലെ എന്ന അതന്നെ അതിനെക്കുറിച്ച് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ ഒരു ഏകാന്ത വിസ്മയമാണെന്നൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ. എന്താണെങ്കിലും ഈ ഒരു ചൂതാട്ടക്കാരൻ എന്ന നോവൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് സഹായിയായ അന്നയെ കൊണ്ടുവരുന്നത്, അല്ലെ. അതിലെ ഈ അന്ന എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അദ്ദേഹത്തിന് പ്രകാശവും പ്രത്യാശയും ഉയർത്തിക്കൊണ്ടാണ് അന്ന കടന്നു വരുന്നത്. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ആ നോവൽ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പോലും അന്ന കടന്നു എന്നർത്ഥം, അല്ലെ. അപ്പൊ എന്താണെങ്കിലും അധികം കാര്യങ്ങൾ അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിന്നെ അദ്ദേഹം ഒരു ചൂതുകളി ഭ്രാന്തനായിരുന്നു നമ്മുടെ ഈ ഒരു ദസ്തവേസ്കി. പിന്നെ അപസ്മാര രോഗിയായിരുന്നു, വൃദ്ധനായിരുന്നു ഒക്കെയാണ് എന്നർത്ഥം. പിന്നെ ഈ ചൂതു കളിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ ആ പണത്തിനു വേണ്ടി, അതിന് വേണ്ടുന്ന പണത്തിനു വേണ്ടിയാണ് തന്റെ എല്ലാ സാഹിത്യ കൃതികളും അദ്ദേഹം പണയപ്പെടുത്തി. പിന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് അപസ്മാര രോഗം വന്നു. പിന്നെ സമയത്തിന് നോവൽ എഴുതി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനും സുഹൃത്തുമായ ഒരാളുടെ മകളെയാണ് സ്റ്റെനോഗ്രാഫറായിട്ട് നിയമിക്കുന്നത്. ആ മകളാണ് അന്ന, കേട്ടോ. എന്നാണെങ്കിലും ആ അന്നയുടെ വരവോട് കൂടിയിട്ടാണ് അദ്ദേഹം നോവൽ രചന പൂർത്തിയാക്കാനായി അദ്ദേഹത്തിന് കഴിയുന്നത്, അന്ന പ്രേരിപ്പിക്കുന്നതെന്നർത്ഥം. അപ്പൊ അന്ന എന്ന് പറയുന്നതിന് ഒരു പിന്നെ ഈ സങ്കീർത്തനം പോലെയാണ് അന്നയുടെ വരവ് ഇതിൽ കാണുന്നത്. കാരണം അന്ന പിന്നെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ശരിക്കും ബൈബിളിലെ അന്നയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഈ ബൈബിളിലെ സങ്കീർത്തനം പോലെ ആണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. അതായത് ഈ അന്നയുമായുള്ള അടുപ്പവും ബന്ധവും വഴിയാണ് ദസ്തവേസ്കി തന്റെ എഴുത്തു ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോ ഈ പ്രസാധകൻ കയ്യിൽ വരുന്നത് സ്റ്റെലോസ്കി. അപ്പൊ അദ്ദേഹം സ്വന്തം പുസ്തകങ്ങളുടെ അവകാശം നൽകേണ്ടി വരുമെന്ന പ്രതിസന്ധിയില് സമയബന്ധിതമായി നോവൽ എഴുതി നൽകാൻ അദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. സമയത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ പ്രസാധകത്വമൊക്കെ പോവല്ലോ. അപ്പൊ ഈ സഹായങ്ങളും ആത്മാർത്ഥതയും എല്ലാമാണ്
പ്രായം മറന്ന് തന്നേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ അന്നയെ പ്രണയിക്കാൻ ദസ്തോവ്സ്കിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അന്നയുടെ സാന്നിധ്യമാണ് ഈ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ സങ്കീർത്തനമായിട്ട്, ഒരു സങ്കീർത്തനം പോലെ അനുതാപത്തിന്റെയും ആത്മവേദയുടെയും സ്നേഹപ്രതീക്ഷകളുടെയും എല്ലാം തിരുനാളങ്ങളാണ് ദസ്തോവ്സ്കിയിൽ ഉണർത്തിവിട്ടത് എന്നാണ് പറയണത്, അല്ലെ? അപ്പൊ അന്നയുടെ സ്വാധീനം അത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. കാരണം ഈ ആത്മസംഘർഷങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന തീച്ചുളയിൽ വെന്തുരുകുന്ന ദസ്തോവ്സ്കിയാണ്. ആ ദസ്തോവ്സ്കിയുടെ ഏകാന്തതയ്ക്കും വേദനകൾക്കും കൂട്ടായിട്ടാണ് അന്ന വരുന്നത്, അല്ലെ? അപ്പൊ ഒരു സ്റ്റെനോഗ്രാഫറുടെ രൂപത്തില് വരുന്നതാണ്. അപ്പൊ അപസ്മാരബാധ ഉണ്ട്, വാർദ്ധക്യമുണ്ട്, പിന്നെ വാർദ്ധക്യം തീർത്ത ഓർമ്മപ്പെശക്കുണ്ട്, തളർച്ച. ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ദസ്തോവ്സ്കി പറഞ്ഞു കൊടുക്കുന്ന നോവൽ ഭാഗങ്ങൾ കുറിച്ചെടുക്കുക എന്നതായിരുന്നു അന്നയ്ക്കുണ്ടായിരുന്നത്. അതാണ് എനിക്ക് തൊഴിൽ അതായിരുന്നു. ദാരിദ്ര്യം, രോഗം, സ്നേഹഭംഗം, ഒറ്റപ്പെടല് തുടങ്ങി പീഡാനുഭവങ്ങൾ അയാളെ നയിച്ചത് ചൂതുകളി, ദുഷ്കീർത്തി, ആത്മനിന്ദ തുടങ്ങിയ മാർഗങ്ങളിലേക്കായിരുന്നു. ചുഴലികളും ഗർത്തങ്ങളും അടിയൊഴുക്കുകളും നിറഞ്ഞ ആ ജീവിതത്തെ അന്ന സാവധാനം തിരിച്ചറിയുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട് അന്നയ്ക്ക് കേട്ടോ. അപ്പൊ സാവധാനം ഒരു കുടുംബജീവിതത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുവാൻ സ്വന്തം ജീവിതം തന്നെ അന്ന സമ്മാനിക്കുകയും ചെയ്യുന്നു. പ്രായവ്യത്യാസത്തെ മറികടന്നുകൊണ്ട് അന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാവാൻ തയ്യാറായി. ഇതാണ് അന്ന ആണ് ഒരു സങ്കീർത്തനം പോലെ അയാളിലേക്ക് കടന്നു വന്നതെന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അതിന്റെ ആശയം, പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് ഏകദേശം ഒന്ന് നോക്കാം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോ ദസ്തോവ്സ്കിയുടെ പ്രഭാത നടത്തത്തോടെയാണ് അദ്ദേഹം ഈ പാഠം ആരംഭിക്കുന്നത്. പ്രഭാതത്തിൽ ഇങ്ങനെ നടക്കണം അദ്ദേഹം. അപ്പോ കാരണം അപസ്മാര രോഗത്തിന്റെ ക്ഷീണത്തില് വിശ്രമിക്കുന്ന അദ്ദേഹം ഒരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് നടക്കാനിറങ്ങുകയാണ്. അതിരാവിലെ നടക്കാനിറങ്ങുക അദ്ദേഹം ചെയ്യുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിലൂടെയായിരുന്നു യാത്ര. റഷ്യയിലുള്ള ഒരു നഗരമാണ്, പട്ടണമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. ഇതിലൂടെ നടക്കുകയാണ് അദ്ദേഹം. അപ്പൊ യാത്രയ്ക്കിടെ പല പല ചിന്തകളും ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോ തോൽവികൾ, എന്തൊക്കെ ചിന്തകള്? തോൽവികള്, തകർച്ചകള്, നഷ്ടങ്ങള്, അപമാനങ്ങള്, അങ്ങനെ സഹിച്ചുള്ള ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളതെന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. മക്കളായ എമിലിയും പാഷയും ഒക്കെ തന്നെക്കാൾ വളർന്നിരിക്കും, അല്ലെ? എമിലി വരുന്നുണ്ട്, പാഷ, മക്കളാണ് അവരൊക്കെ. അവർക്ക് തന്നെക്കാൾ വളർന്നിരിക്കും. അവർക്ക് എങ്ങനെയാണ് പണം നൽകുക? അതാണ്, അവർക്ക് എങ്ങനെ പണം നൽകുക എന്നുള്ള വിചാരം അദ്ദേഹത്തിന്. ജ്യേഷ്ഠൻ മൈക്കിളിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന് ഉണ്ടായി. ഓർമ്മകൾ വരുന്നുണ്ട്, മൈക്കിളിന്റെ ഓർമ്മകൾ ഉണ്ടാവുന്നുണ്ട്. ജ്യേഷ്ഠന് ഒരു പ്രസിദ്ധീകരണശാല ഉണ്ടായിരുന്നു, എബോക്ക് എന്നായിരുന്നു അതിന്റെ പേര്. തന്റെ ആദ്യ പുസ്തകം അധോതല കുറിപ്പുകൾ അവിടെയായിരുന്നു അടിച്ചത്. ഈ ദസ്തോവ്സ്കിയുടെ ആദ്യത്തെ പുസ്തകം അധോതല കുറിപ്പുകൾ അവിടെയാണ് അടിച്ചത്. ജ്യേഷ്ഠന്റെ കടം പെരുകി അത് നിന്നുപോയി, ആ എപ്പോക്ക് നിന്നുപോയി. പിന്നെ സ്വന്തം ഭാര്യയുടെ അസുഖം, തുടർന്നുള്ള മരണം, അങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് അങ്ങനെ വരികയാണ്. ഭാര്യയുടെ മരണത്തോടെയാണ് ഭാര്യയുടെ മഹത്വം അധികം അറിയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുമ്പൊക്കെ കലഹമായിരുന്നു, പരസ്പരം സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയും ദസ്തോവ്സ്കിയും തമ്മിൽ. പക്ഷെ ഭാര്യയ്ക്ക് രോഗം പിടിച്ചപ്പോ ഭാര്യയെ നോക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ റഷ്യയിലെ അവിടെയുള്ളൊരു ആശുപത്രിയിൽ അവിടെ 1 വർഷത്തോളം ഭാര്യയുടെ അടുത്ത് നിന്ന് ശുശ്രൂഷിച്ചു, പരിചരിച്ചു. അങ്ങനെ ഭാര്യയുടെ രോഗിയായ ഭാര്യയെ പരിചരിച്ചിട്ടും അങ്ങനെ വന്ന സമയത്താണ് ആ ഭാര്യയോടുള്ള അവസരം ഭാര്യ മരിച്ചു നടത്തും. ഒരുപാട് സാമ്പത്തിക നഷ്ടമാണെങ്കിലും ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ശൂന്യത അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും ഹൃദയബന്ധമായിരുന്നു അവർ എന്നൊക്കെ പറയുന്നുണ്ട് അർത്ഥം. അപ്പോ അങ്ങനെ ഭാര്യ മരിച്ചതിന് ശേഷം അധികം താമസിയാതെ ജ്യേഷ്ഠനും മരിക്കുന്നുണ്ട് അർത്ഥം. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ തീർക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ആ സമയത്ത് അന്ന അങ്ങനെ നിർബന്ധിക്കുക, എഴുതി തീർക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റെല്ലോ, അയാളുടെ സ്റ്റെലോസ്കി പ്രസാധകനുണ്ടല്ലോ, പ്രസാധകൻ വന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട്, വേഗം എഴുതി തീർക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയാ അത്ര വേഗം തീർക്കണമെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് 2 കാരണങ്ങളുണ്ട് അങ്ങനെ പറയാൻ. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ഈ സമയ നിബന്ധനയില് സാഹിത്യരചന നടത്താൻ കഴിയില്ല, അല്ല, അതൊന്ന്. പിന്നെ രണ്ടാമത്തത്, എഴുതി കഴിഞ്ഞാൽ അന്ന പോകും. അയ്യോ, അത് വല്ലാത്തൊരു നഷ്ടമാണ്. അന്ന പോയാൽ പിന്നെ താൻ ഉണ്ടാവില്ല എന്നർത്ഥം. അത്രയ്ക്കും അന്നയോട് പ്രണയം തോന്നിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പോ. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നോവൽ വേഗം എഴുതി അടുത്തതിലേക്ക് കടക്കാൻ അന്ന നിർബന്ധിച്ചു. ഇത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് കടക്കാം, ഞാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിനു ശേഷം അടുത്തതിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു.
അപ്പോ മഹാനായ ദസ്തോവ്സ്കി എന്ത് എഴുതുന്നത് വായിക്കാൻ വായനക്കാരുടെ ഒരു ലോകമുള്ളതായിട്ട് അവൾ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും എഴുതണം അങ്ങയുടെ അതിനെ പുസ്തകം വായിക്കാൻ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് ഒരു പ്രത്യാശ കൊടുക്കുന്നുണ്ട് അന്ന. അന്നയുടെ ആ പ്രത്യാശയൊക്കെയാണ് അദ്ദേഹത്തിനെ പിന്നെ ജീവിപ്പിക്കുന്നത്, അദ്ദേഹത്തിനെ എഴുത്തുകളിലേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് പ്രത്യേകത. അങ്ങനെ അയാൾ തന്റെ അടുത്ത നോവലിന്റെ പ്രമേയത്തെപ്പറ്റി അവളോട് പറഞ്ഞു തുടങ്ങി. അതോടുകൂടി അപ്പൊ നന്മയുടെ മൂർത്തിയായിട്ട് ഒരു കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആശ. പുതിയൊരു പുസ്തകത്തിലെ പുതിയൊരു നോവല് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിലെ പിന്നെ എന്താ പറയുക, നല്ലൊരു കഥാപാത്രം, ഒരു നല്ലൊരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് സൃഷ്ടിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നന്മയുടെ പ്രതീകമായിരിക്കണം എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പോ ഞാൻ എന്തായാലും പിന്നെ എഴുതും. ഒരു 16-കാരനായിട്ടുള്ള ക്ഷയരോഗിയായിട്ടുള്ള ഒരു ഇപ്പോലിത്ത് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നന്മയുടെ പ്രതീകമായിട്ട് ഇപ്പോലത്തിന് ഞാൻ ചിത്രീകരിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പിന്നെ ഈ അന്നയോട് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താണെങ്കിലും അങ്ങനെ ഒരു ആശയൊക്കെ അദ്ദേഹത്തിന്റെ ആശ പറഞ്ഞു. പിന്നെ ഈ പുതിയ നോവലിനെ കുറിച്ച് അദ്ദേഹം അന്നയോട് പറയാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ക്ഷയരോഗിയായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 16-കാരൻ്റെതായിരിക്കും എന്റെ നോവല്, പേര് ഇപ്പോലിത്ത് എന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ആത്മഹത്യയിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്മേലും മരണത്തിന്മേലുമുള്ള ദൈവത്തിന്റെ അധികാരം ചോദ്യം ചെയ്യുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാല് ദൈവനിന്ദയാണ്. കാരണം ദൈവത്തിനെതിരാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ആ ആത്മഹത്യ ചെയ്യുക വഴി ദൈവ നിന്ദ ചെയ്യുകയാണ്. കാരണം ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇത്ര ഒരു ക്ഷയരോഗിയായിട്ട് പിന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എനിക്ക് ഇനി ജീവിക്കേണ്ട ആവശ്യം കഴിയില്ല, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത് ദൈവത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നു. അപ്പോ അദ്ദേഹം പിന്നെ ദൈവത്തിന്റെ അധികാരത്താണ് ഈ ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ദൈവമാണല്ലോ. അപ്പൊ ആ ദൈവത്തിന്റെ അധികാരം ചോദ്യം ചെയ്യുകയാണ് ആ നോവലിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ആ മഹാനായ എഴുത്തുകാരനെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ കൂടി അറിയുന്ന അന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ ശിരസ് കുനിക്കുകയാണ്. അതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ നമുക്ക് നോവലിന്റെ ഈ ഭാഗം നമുക്ക് ആത്മാവിന്റെ വെളിപാടുകൾ നമുക്കിവിടെ അവസാനിക്കുന്നത്, അങ്ങനെയാണ് അവസാനിക്കുന്നത് അർത്ഥം. അപ്പൊ നമുക്കിനി നോക്കൂ, അതിലേക്ക് പ്രവേശിക്കാം. നമുക്ക് നോവലിലേക്ക് പ്രവേശിച്ചു നോക്കാം. അപ്പോൾ ആത്മാവിന്റെ വെളിപാടുകൾ എടുത്തോളൂ. നിങ്ങളെ പേജ് 79 കേട്ടോ, 79 എടുത്തോളൂ. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു പട്ടണം അല്ലെ, അവിടെയുള്ള പട്ടണത്തിലേക്ക് ഇദ്ദേഹം അതിരോലെ അദ്ദേഹം എഴുന്നേറ്റ്. അപ്പൊ അദ്ദേഹം പിന്നെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നുള്ള ആ ഒരു പട്ടണത്തിലേക്ക്, അവിടെയാണ് അദ്ദേഹം പുലർച്ചയ്ക്ക് മുമ്പേയുള്ള ഏകാന്തവും നിശബ്ദവുമായ പിനാഴികളാണ്. അപ്പൊ അതിരോലെ എഴുന്നേറ്റു. പുലർച്ചയ്ക്ക് മുമ്പേയുള്ള വളരെ സൈലന്റ് ആയിരിക്കും പുലർച്ചയ്ക്ക് മുമ്പുള്ള, അല്ലെ, നല്ലൊരു ഏകാന്തമാണ്, നിശബ്ദമാണ്. നമുക്കറിയാം, നിങ്ങളോട് എപ്പോഴും നിങ്ങളുടെ പിന്നെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് അതിരാവിലെ എഴുന്നേറ്റ് പഠിച്ചോളാൻ പറഞ്ഞത്. കാരണം അവിടെ നല്ല ശാന്തമാണ്. ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റാൽ വളരെ ശാന്തം, അല്ലെ, കാം ആൻഡ് ക്വയറ്റാണ്, അല്ലെ, നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പൊ അത് ഒരു ബ്രഹ്മമുഹൂർത്തമൊക്കെയാണ് അത് ശരിക്ക്. ആ നല്ലൊരു ഈ പ്രകൃതിയുടെ ഈ 24 മണിക്കൂർ യാത്രയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിനാഴികകളും സമയങ്ങളൊക്കെയാണ് ആ ഒരു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. 3 മണിക്ക് ശേഷം വരുന്ന സമയം, 3 തൊട്ട് 5-5:30 വരെ, 6 മണി വരെ ആവാം, അതുവരെയുള്ള ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. അപ്പൊ ഈ സമയങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് നടക്കുന്നത്. അതാണ് പുലർച്ചയ്ക്ക് മുമ്പേയുള്ള ഏകാന്തവും നിശബ്ദവുമായ വിനാഴികളാണ്. വിനാഴികൾ എന്ന് പറഞ്ഞാൽ ഒരു വിനാഴിക എന്ന് പറഞ്ഞാൽ 24 സെക്കൻഡാണ്. അപ്പൊ അത്രയും പുലർച്ചയ്ക്ക് മുമ്പുള്ള സമയമാണ്. ആകാശവും ഭൂമിയും മരങ്ങളും മനുഷ്യരും മറ്റു ജീവാജാലങ്ങളും ഗാഠനിദ്രയിലുണ്ട്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ബ്രഹ്മമുഹൂർത്തം, ആ സമയങ്ങളിലൊക്കെ 3 മണിക്ക് ശേഷം എല്ലാവരും, ഇനി ഉറങ്ങാൻ ആരും അവശേഷിക്കില്ല, എല്ലാവരും ഉറങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഈ കാം ആൻഡ് ക്വയറ്റ് വരുന്നതെന്ന് ഓർത്തിട്ടോ. അല്ലെ, മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒക്കെ ഗാഠനിദ്രയിലാണ്, ഗാഠമായ നിദ്രയാണ് കേട്ടോ. ആകാശത്തിന്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. ആകാശത്തിന്റെ നിഴൽ ഇങ്ങനെ ഭൂമിയിൽ വെളിച്ചമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. നല്ലൊരു ഒരു ഭാവനയാണ്. ഒരു പ്രഭാതത്തിന്റെ അല്ലെങ്കിൽ പിന്നെ ഉദയത്തിന് മുമ്പുള്ള സമയത്തിന്റെ ഒരു ചിത്രീകരണം. നല്ലൊരു എന്താ വെച്ചാ, ഈ ആകാശത്തിന്റെ നിഴല് ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും ഒരുപോലെയാവുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടി അവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ അതുപോലെ ഭൂമിയിൽ വെളിച്ചം ഉണ്ടെന്നർത്ഥം. ഒരു വെളിച്ചം, ഇങ്ങനെ നേരിയ വെളിച്ചം ഉണ്ടെന്നർത്ഥം. ദസ്തോവ്സ്കി അന്നേരം കോട്ടയോട് ചേർന്നുള്ള വഴിയിൽ നിൽക്കുകയായിരുന്നു. കോട്ടയുടെ വഴിയിൽ ചേർന്ന് നിൽക്കുകയാണ് അദ്ദേഹം. വന്യവും ക്രൂരവുമായ ഒരു
ചുഴലി ഇളക്കത്തിന്റെ ക്ഷീണവും തളർച്ചയും കൊണ്ട് തകർന്ന നിലയിൽ 2 ദിവസം വീടിനുള്ളിൽ കിടന്നു. അദ്ദേഹത്തിന് അസുഖം ബാധിച്ചിരുന്നു, അപസ്മാര രോഗം ബാധിച്ചിരുന്നു. ക്ഷീണിതനാണ്. പിന്നെ വന്യവും ക്രൂരവുമായ ചുഴലി ഇളക്കം, ഏറ്റവും വന്യമാണ് അല്ലെ, വന്യവും ക്രൂരവുമായ ചുഴലി ഇളക്കത്തിന്റെ ക്ഷീണമുണ്ട് അദ്ദേഹത്തിന്. അത് വല്ലാത്തൊരു അപസ്മാര രോഗം ബാധിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയാണ്, ടയേർഡായ ഒരു അവസ്ഥയാണ് അല്ലെ. അങ്ങനെയുള്ള ഏറ്റവും വന്യവും ക്രൂരവുമായ ഒരു ചുഴലി ഇളക്കത്തിന്റെ ക്ഷീണമുണ്ട് അദ്ദേഹത്തിന്, ക്ഷീണവും തളർച്ചയുണ്ട് അദ്ദേഹത്തിന്, തളർച്ചയുണ്ട് നടത്തും കൊണ്ട് തകർന്ന നിലയിൽ 2 ദിവസം വീടിനുള്ളിൽ കിടന്നു. 2 ദിവസം മുമ്പ് അങ്ങനെ തളർന്നിട്ട് അദ്ദേഹം കിടന്നു വീടിനുള്ളിൽ. പുലർച്ചയ്ക്ക് മുമ്പേ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ തോന്നിയത് വെറുതെ പുറത്തിറങ്ങി നടക്കാനാണ്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം പുലർച്ചയ്ക്ക് മുമ്പ് ഞെട്ടി ഉണർന്നിട്ട് എന്ത് ചെയ്തു, വേഗം അദ്ദേഹത്തിന് നടക്കാൻ തോന്നി. പുലർച്ചയ്ക്ക് മുമ്പ് നടക്കാൻ അദ്ദേഹം തോന്നി. അങ്ങനെ അദ്ദേഹം നടക്കാൻ ഇറങ്ങിയതാണ് നടത്തം. കുറച്ചു ദൂരം എന്നേ വിചാരിച്ചുള്ളൂ, എന്നാൽ ഇപ്പോൾ എത്ര ദൂരം നടന്നെന്ന് ഓർമ്മയില്ല. ഉണ്ടോ, കുറേ നടന്നു പോകുന്നു നടത്തം. സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു അനാദിയിൽ നിന്ന് യാത്ര തുടരുകയായിരുന്നെന്നാണ് അപ്പോൾ തോന്നിയത്. കണ്ടോ, അപ്പൊ ആ സമയത്ത് തോന്നുകയാണ്. അപ്പൊ സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ, ഈ സമയവും കാലവും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയവും കാലവും, അപ്പൊ അതിന്റെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു അനാദി, ഒരു ആരംഭമില്ലാത്ത, അനാദി പറഞ്ഞാൽ ആരംഭമില്ലാത്ത, അക്കരെ എന്തോ ഒരു ആരംഭമില്ലാത്തതുണ്ട്. ഇത് എന്ന് തുടങ്ങി നമുക്കറിയില്ല. ഈ പിന്നെ എന്താ പറയാ, ഈ സമയകാലങ്ങൾ എന്ന് തുടങ്ങി, അത് എവിടേക്ക് പോകുന്നു ഒന്നും അറിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം രാവിലെ കുറച്ച് നടക്കാൻ തോന്നിയിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ നടന്ന് പോയി, കാലം പോകുന്നത് പോലെ അദ്ദേഹത്തിന് അങ്ങനെ പോയി എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അപ്പോ ആ സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു അനാദിയിൽ നിന്ന് യാത്ര തുടരുകയായിരുന്നെന്നാണ് അപ്പോൾ തോന്നിയത്. യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ അത് ഒരു പ്രോസസ്സാണ്, നടന്നുകൊണ്ടിരിക്കുക എന്നർത്ഥം. പ്രകൃതിയുടെ ആത്മാവിൽ നിന്ന് ഉയരുന്ന മൗനത്തിന്റെ മൊഴികൾ കേട്ടുകൊണ്ട് നടക്കുമ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം പ്രപഞ്ചമായി വികസിച്ചു. അങ്ങനെ ഇയാള് ഈ പ്രപഞ്ചത്തിന്റെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, പ്രകൃതിയുടെ ആത്മാവിൽ നിന്നുയരുന്ന മൗനം, അതൊക്കെ അത്രയും ആത്മബന്ധമാണ് പ്രകൃതിയോട്. കാരണം ഏകാന്തമായ ഒരു അവസ്ഥയാണ്. ആ ഏകാന്തമായ അവസ്ഥയിലെ പ്രകൃതിയിൽ നിന്നും കേൾക്കുന്ന, പ്രകൃതിയുടെ ആ ആത്മാവിൽ നിന്നുയരുന്ന മൗനം പോലും ശ്രവിക്കാൻ കഴിയുമായിരുന്നു വലിയ എഴുത്തുകാർക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് മഹാനായ എഴുത്തുകാരനാണ് നമ്മുടെ ദസ്തയേവ്സ്കി. നമ്മൾ ടാഗോറിനും അതെ, ടാഗോർ ഇപ്പൊ പറഞ്ഞ പോലെ ടാഗോർ ഈ രാത്രിയിൽ ഏകാന്തതയിൽ എന്താ പറഞ്ഞ അങ്ങനെയുള്ള സമയങ്ങളിലെ ആ പ്രപഞ്ചത്തിന്റെ എവിടുന്നോ ഗാനം കേൾക്കുമായിരുന്നു അത്രേ നമ്മുടെ ടാഗോർ, മഹാകവി ടാഗോർ. പ്രപഞ്ചത്തിന്റെ ഗാനം അദ്ദേഹം എപ്പോഴെപ്പോഴും കേൾക്കുമായിരുന്നു. അങ്ങനെ രാത്രിയിലൂടെ അതെങ്ങനെ ഏകാന്തമായി നടക്കുമ്പോഴാണ് എവിടുന്നോ പ്രപഞ്ചത്തിന്റെ ആത്മാവിന്റെ ഗാനം ടാഗോറും കേട്ടിരുന്നു എന്ന് ടാഗോറും പറയുന്നുണ്ട്. ഇദ്ദേഹം അത് തന്നെയാണ്. അദ്ദേഹം ഈ ഒരു നമ്മുടെ ഈ പ്രകൃതിയുടെ ആത്മാവിന്റെ മൗനമാണ് അദ്ദേഹം കേൾക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് എന്നർത്ഥം. അങ്ങനെ അത് ഒരു വലിയൊരു പ്രപഞ്ചമായി അദ്ദേഹത്തിന്, കാരണം വിശാലമായ ഭാവനയുടെ ലോകമായി. ഇവിടെ എത്രയാണെങ്കിലും അദ്ദേഹം അത് വികസിച്ചു, വലിയൊരു പ്രപഞ്ചമായിട്ട് അദ്ദേഹത്തിന് ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം ഒരു പ്രപഞ്ചമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വികസിച്ചു എന്നർത്ഥം. ആ ഉദയപൂർവ്വ നിമിഷങ്ങളിൽ പ്രപഞ്ചവും താനും മാത്രമാണ്, വേറെ ആരുമില്ല. ഉദയത്തിന് മുമ്പുള്ള ആ നിമിഷങ്ങളിൽ ഞാനും പ്രപഞ്ചവും ഒന്നാകുന്നു അല്ലെ. എഴുത്തുകാരനും പ്രപഞ്ചവും തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ കാണാൻ കഴിയുന്നു എന്നർത്ഥം. നോക്ക്, ഇതിലെ നമുക്ക് എന്തെങ്കിലും പിന്നെ പദച്ചേരുവുണ്ടോ? ഞാൻ ഈ പദച്ചേരുവ് നിങ്ങളെ പറയാം, നിങ്ങൾ കണ്ടുപിടിക്കുക. കാരണം ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ എഴുതിയിട്ട് എന്നെ കാണിച്ചാൽ മതി. നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് പിന്നെ അതില് പദം പിരിച്ചിട്ട് സന്ധ്യയൊക്കെ നിങ്ങൾ കാണിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്തിട്ടില്ലേ, അപ്പൊ നിങ്ങൾ സ്വന്തം ചെയ്തിട്ട് എന്നെ കാണിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പ്രാക്ടീസായി നിങ്ങൾ 4 സന്ധ്യകൾ ശരിക്കും നന്നായിട്ട് അറിയാം എന്നർത്ഥം. ഇവിടെ നമ്മൾ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തന്നെ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പദച്ചെരുവിയും സന്ധ്യയും കണ്ട അപ്പൊ അവിടെ കുറിച്ച് വെച്ചിട്ട് എന്നെ എഴുതി കാണിക്കുക കേട്ടോ. ഇപ്പൊ സാറ് പറഞ്ഞൊന്നുമില്ലല്ലോ എന്ന് വേണ്ട, അത് നിങ്ങൾക്ക് ഞാൻ ഒരു ചാൻസ് തരികയാണ്. കാരണം നിങ്ങൾക്ക് ഞാൻ എഴുതി വെക്കൂ, ഇവിടെ സാറിന് ചോദിക്കുക, സാർ തന്നെയല്ലേ ഇതിനെ സന്ധി വരിക, തന്നെയല്ലേ ഇതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെയല്ലേ ഒക്കെ ചോദിക്കുക, സമാസം ഇങ്ങനെയല്ലേ വിഗ്രഹിക്കുക എന്നൊക്കെ ചോദിക്കണം നിങ്ങൾ കേട്ടോ. ഇപ്പൊ നിങ്ങൾ അത്രയും പഠിച്ചു, കാരണം അത്രയും നിങ്ങൾ അറിഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത് എന്നർത്ഥം. നമുക്ക് ഇതിൽ ഓർമ്മ പ്ലസ് ഇല്ല, ഓർമ്മയില്ല, ആഗമം കേട്ടോ. പിന്നെ വേറെ എവിടെ നോക്കൂ, ഇതെങ്കിലും നോക്കുക. ക്രൂരവും പ്ലസ് ആയ ക്രൂരവുമായ അവിടെ ആദേശം കേട്ടോ.
പിന്നെ ഗാഠമായ നിദ്രയാണ് ഗാഠനിദ്ര. അതാണ് ഗാഠമായ നിദ്ര, അങ്ങനെയാണ് ഗ്രഹിക്കുക. ഗാഠനിദ്ര കേട്ടോ. അങ്ങനെയൊക്കെ നോക്കൂട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സമയവും കാലവും സമയകാലങ്ങൾ അങ്ങനെയൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ഇനിയൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യട്ടോ. നിങ്ങൾ തന്നെ ഇത് ചെയ്തിട്ട് പദം പിരിച്ചിട്ട് എന്നെ എഴുതി കാണിക്കുക, സന്ധി നിർണ്ണയിച്ചിട്ട് കാണിക്കുക. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ഒരു മഹാവിജനതയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട. അദ്ദേഹം അങ്ങനെ ഒന്നുകൂടി പ്രകൃതിയും പിന്നെ അല്ലെങ്കിൽ ഉദയപൂർവ്വ നിമിഷങ്ങളിൽ പ്രപഞ്ചവും താനും മാത്രമാകുന്ന അവസ്ഥയിൽ അദ്ദേഹം ഒന്നും കൂടി ഒരു വർണ്ണന നടത്തുകയാണ്. അവിടേക്ക് വർണ്ണന നടത്തുകയാണ്. ആ മഹാവിജന അല്ലെ, മഹത്തായ വിജനത, ഏറ്റവും വലിയ വിജനത കാരണം ശൂന്യത അല്ലെങ്കിൽ ജനമില്ലാത്ത അവസ്ഥ സ്ഥിതി ചെയ്യുന്ന കോട്ട. അങ്ങനെ വലിയൊരു കോട്ടയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ആ കോട്ട. ദൂരെ നിശ്ചലമായി നിൽക്കുന്ന പോപ്ലാർ മരങ്ങൾ, അവിടെയുള്ള ഒരു പോപ്ലാർ മരങ്ങളാണ് അവിടുത്തെ റഷ്യയുടെ ഏറ്റവും വിശിഷ്ടമായ കാണാവുന്ന മരങ്ങളാണ് ഈ പോപ്ലാർ മരങ്ങൾ. മരക്കൊമ്പുകൾക്കിടയിലൂടെ കാണാവുന്ന പള്ളിഗോപുരം. അങ്ങനെ നോക്കുക, മരക്കൊമ്പുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ പോപ്ലാർ മരങ്ങൾക്കിടയിലൂടെ കാണുന്ന ആ മരക്കൊമ്പുകൾക്കിടയിലൂടെ കാണാവുന്ന പള്ളിഗോപുരം അവയൊക്കെയും മൂടിക്കിടക്കുന്ന നിഗൂഢതയിൽ നിന്ന് നിശബ്ദവും ഏകാന്തവും നിശ്ചലവും പ്രകാശപൂർണവുമായ അനശ്വരതയുടെ സങ്കീർത്തനം ദസ്തയേവ്സ്കി വഹിച്ചു. നോക്കൂ, അവയൊക്കെയും മൂടിക്കിടക്കുന്ന, അവിടൊക്കെ നിഗൂഢത മൂടിക്കിടക്കുന്നത്, അതൊന്നും നമുക്ക് അറിയില്ല. നിഗൂഢമായ അവസ്ഥയാണ്, നിഗൂഢതയാണ് അതൊക്കെ. പ്രപഞ്ചത്തിന് നിഗൂഢതയാണ്, അവിടൊക്കെ മൂടിക്കിടക്കുന്ന നിഗൂഢത. അതൊന്നും ആർക്കും കാണാൻ കഴിയില്ല. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യം, പ്രാപഞ്ചികമായ സത്യം എന്താണ്, പ്രപഞ്ച നിഗൂഢത എന്താണെന്ന് അറിയില്ല. അപ്പോ എഴുത്തുകാർ നിലയ്ക്ക് ദസ്തയേവ്സ്കി ആ നിഗൂഢത അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോ ആ നിഗൂഢതയിൽ നിന്ന് അദ്ദേഹം കേൾക്കുകയാണ് നിശബ്ദവും ഏകാന്തവും നിശ്ചലവും, ഒക്കെ നിശ്ചലമാണ്, നിശ്ചലവുമായ പ്രകാശപൂർണമായ അനശ്വരത ആണ്. അതും എന്താ, ജ്യോതിസ് പോലെയുള്ള, പ്രകാശം പോലെയുള്ള അല്ലെ, പ്രകാശത്തോളമുള്ള, പ്രകാശഗോളം പോലെയുള്ള ഒരു അനശ്വരതയാണ് അല്ലെ. അനശ്വരമായിട്ടുള്ള ഒരു സങ്കീർത്തനം കേൾക്കുന്നത് ടാഗോർ കേട്ടതുപോലെ തന്നെ അനശ്വരമായ, നിശബ്ദതയിൽ നിന്ന് ഒഴുകി വരുന്ന അനശ്വരമായ സങ്കീർത്തനം. അദ്ദേഹം അത് ദസ്തയേവ്സ്കി വായിച്ചെടുത്തു എന്ന് പറയും. അദ്ദേഹം അറിഞ്ഞു. പണ്ട് ടാഗോറും ഇങ്ങനെ തന്നെയായിരുന്നു. പ്രകൃതി നിന്നും ആ ഗാനം, സങ്കീർത്തനം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് ഇവിടെയും. ഈ സമയത്താണ് ഇത് നമ്മുടെ ദസ്തയേവ്സ്കിയും ആ ഒരു സങ്കീർത്തനം അദ്ദേഹം വായിച്ചു നടത്തും. പ്രകൃതിയുടെ സങ്കീർത്തനം അദ്ദേഹം വായിച്ചെടുത്തു. ആ പ്രശാന്തതയിൽ യാത്ര തുടരുമ്പോൾ ദസ്തയേവ്സ്കി ഓർക്കുകയായിരുന്നു. അവിടുന്ന് യാത്ര തുടരുക, ആ പ്രശാന്തതയിൽ, ആ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം യാത്ര തുടരുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ യാത്ര ഇനിയും തുടരുകയാണ്. കാരണം ഇത് എഴുതാനുള്ള ഒരു അവസ്ഥയായി, എഴുതാനുള്ള ഒരു സാഹചര്യം ഇവിടെ തുടങ്ങുന്ന അയാളുടെ എഴുത്ത്. അപ്പൊ ആ എഴുത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. പ്രപഞ്ചത്തെ മുൻനിർത്തിക്കൊണ്ട്, പ്രപഞ്ചത്തിന്റെ നിഗൂഢത മുൻനിർത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ആ നിഗൂഢതയുടെ സങ്കീർത്തനം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങുകയാണ്. അദ്ദേഹം യാത്ര തുടരുകയാണ്. തുടരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒന്ന് തിരിഞ്ഞു നോക്കുന്നു, സ്വന്തം ജീവിതാനുഭവം തിരിഞ്ഞു നോക്കുകയാണ്. ഇവിടുന്ന് യാത്ര, ഈ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഈ മൗനമായ സങ്കീർത്തനത്തിന് ആരാണ് അവർക്ക്? അന്നയാണ് അല്ലെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈബിളിലെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കാൻ കൊതിപ്പിക്കുന്നത് അന്നയാണ്. അന്നെന്ന് വരും. അന്നയുടെ പ്രതീക്ഷയാണ് അദ്ദേഹം അതിരാവിലെ എഴുതിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് പ്രാപഞ്ചികമായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. എങ്കിലും ആ പ്രചോദനത്തിന് കാരണം ചടഞ്ഞു കിടക്കുന്ന അദ്ദേഹം പെട്ടെന്ന് എഴുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഇന്ന് അന്ന വരുമല്ലോ എന്നുള്ള ആ ഒരു സങ്കീർത്തനം ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ സങ്കീർത്തനം കേൾക്കാൻ അതിന് സഹായമായത് ഒരുപക്ഷെ അന്നയായിരിക്കും. കാരണം അന്നയോട് കടുത്തമായ പ്രണയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. തന്റെ സുഹൃത്തിന്റെ മകളാണെങ്കിൽ പോലും അന്ന സുന്ദരിയായിരുന്നു. അപ്പൊ അന്നയെ തന്നെ അന്നയിലൂടെ ഒരു ആരാധന അദ്ദേഹത്തിനുണ്ടായി. കാരണം എഴുത്തുകാരനാണല്ലോ, പ്രത്യേകിച്ച് എഴുതിനെയും കൊതിച്ചു പോകുന്ന ഒരു മനസ്ഥിതിക്കാരനാണ് എഴുത്തുകാരൻ. അപ്പോ അന്നയെ പ്രണയിക്കുന്നു. അന്ന വരുന്നത് സ്റ്റെനോഗ്രാഫർ ജോലി ചെയ്യാനാണെങ്കിലും തന്റെ ആരാധകന്റെ മകളാണ് അന്ന. അപ്പൊ ആ അന്നയാണ് അദ്ദേഹത്തിന് ഈ ഒരു സങ്കീർത്തനമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇനി അദ്ദേഹം എഴുതിക്കോളും. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ആ പിൻഭാഗങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ പിൻപുറങ്ങള്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ യാത്ര ഇതുവരെ എവിടെ എത്തിയ യാത്ര, ആ യാത്ര, ഈ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്.
നോക്കൂ, ഈ അനശ്വരതയുടെ തൊട്ടരികിൽ തന്റെ ജീവിതത്തിന്റെ അനുഭവതലം ഏതു വിധത്തിലാണ്? നോക്കൂ, ഈ അനശ്വരതയാണ് പ്രപഞ്ചത്തിന്റെ സങ്കീർത്തനം എന്ന അനശ്വരത. ആ അനശ്വരതയെ കണ്ടെത്താൻ തന്നെ സഹായിച്ച സങ്കീർത്തനമായി വന്നിട്ടുള്ള അന്ന, അല്ലെ? ആ അന്നയെ പ്രചോദനമായി തീരുന്നത്, സങ്കീർത്തനം കണ്ടെത്താൻ പ്രചോദനമായി തീരുന്നത് അന്നയാണ്. അപ്പൊ ആ അനശ്വരതയുടെ തൊട്ടരികിൽ തന്റെ ജീവിതത്തിന്റെ അനുഭവം, ജീവിതമാണ്, തന്റെ ജീവിതം ഇപ്പൊ ഉടഞ്ഞു കിടക്കുകയാണല്ലോ. കാരണം വളരെ ജീവിതം കഷ്ടമാണ്. കാരണം ഇനി മരിക്കില്ലാതെ നിവൃത്തിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അദ്ദേഹം ഒന്നിനും ഒരു താല്പര്യം ഉണ്ടായില്ല. കാരണം ഏതു സമയത്തും ഒരുപാട് ദുരന്തങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. കാരണം നമുക്കിതിന് പറയുന്നുണ്ട് സ്വന്തം ഭാര്യയുടെ രോഗവും മരണവും, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മരണം, അല്ലെങ്കിൽ മക്കളുടെ പിന്നെ പാഷ എമിലിയുടെ ജീവിതത്തിന്റെ ഡിസോർഡറായ ജീവിതം, അവർക്ക് ആവശ്യമുള്ള പിന്നെ പണങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കേണ്ടുന്ന അവസ്ഥ, ചൂതാട്ടങ്ങൾ, ശക്തമായ ചൂതാട്ടം, കടം വാങ്ങിയിട്ട് കളിക്കുക, ചൂത് കളിക്കുക, ഒക്കെ നഷ്ടപ്പെടുക. പിന്നെ അതേപോലെ തന്നെ ഇയാൾക്ക് അപസ്മാര രോഗം പിടിപെടുക, വാർദ്ധക്യാസുഖം, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ, ഒക്കെ ഒറ്റപ്പെട്ട സമയത്താണ് ഇദ്ദേഹം ഇനി ഒന്നും എഴുതാൻ പറ്റില്ല. കാരണം ആ സമയത്താണ് നമ്മുടെ ഈ പ്രസാധകൻ വന്നിട്ട് എപ്പോഴും പിന്നെ ചോദിക്കുന്നുണ്ട്, പുസ്തകം ചോദിക്കുന്നുണ്ട്. അതൊക്കെ എഴുതാനുള്ള പുസ്തകങ്ങൾക്ക് പോലും പൈസ വാങ്ങിയിട്ട് അതിന് ചൂതാട്ടം നടത്തിയത്, ഒക്കെ തോറ്റുപോയി. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഇദ്ദേഹം ഇനി തന്റെ ബാക്കി, അല്ലെങ്കിൽ ചൂതാട്ടക്കാരൻ എന്നുള്ള ഈ ഒരു പുസ്തകം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നയായി പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇന്ന് അത് എഴുത്ത് തുടങ്ങണം എന്നാണ്. അപ്പൊ അത് പൂർത്തീകരിക്കണം എന്നൊക്കെ ഉണ്ട്. ഈ സമയത്താണ് അന്ന വരുന്നത്. അപ്പൊ അന്ന എന്തായാലും ഇന്ന് വരുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ഒരു അതിരാവിലെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നഗരവീതിയിലൂടെ നടക്കുന്നത്, അല്ലെ? എന്നിട്ട് പ്രപഞ്ചത്തിന്റെ ആ സങ്കീർത്തനം അദ്ദേഹം അറിയുന്നു, അല്ലെങ്കിൽ ആ നിശബ്ദതയിൽ ഒഴുകി വരുന്ന സങ്കീർത്തനം അറിയുന്നു. അതിന് കാരണം തന്റെ മനസ്സിലുള്ള ഒരു പ്രചോദകമായിട്ടുള്ള അന്നയാണ് എന്നുള്ള സത്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നർത്ഥം. അപ്പൊ അദ്ദേഹം അതുവരെയുള്ള ജീവിതത്തെ കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ അനുഭവതലം ഏതു വിധത്തിലാണ്? ഏതോ ശാപനിലത്തിന്റെ മധ്യത്തിലാണ്. ശാപനിലമാണ് തന്റെ ജീവിതം. നോക്കൂ, ഇതുവരെയുള്ള ജീവിതം ശാപനിലമാണ്, ശാപത്തിന്റെ നിലമാണ് ഇതുവരെയുള്ള ജീവിതം. തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അവമാനങ്ങളും സഹിച്ച് ഇങ്ങനെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തെല്ലാം അവമാനങ്ങള്, തോൽവികൾ, ചൂതാട്ട തോൽവികള്, തകർച്ച, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഏട്ടന്റെ കടബാധ്യത മുഴുവൻ ഇയാളുടെ പേരിലായി, ഒക്കെ ഏറ്റെടുത്തു. ഒന്നിനു പുറകെ ഒന്നൊക്കെ അദ്ദേഹം ഏറ്റെടുത്തു. ഏട്ടന്റെ ഭാര്യയുടെ ജീവിത ചെലവുകളും അദ്ദേഹം ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ മക്കൾക്ക് വേണ്ടുന്ന പൈസകൾ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിക്കൊടുക്കുന്നു, ഓരോന്ന് വിറ്റ് തുലയ്ക്കുന്നു എന്നർത്ഥം. കുറെ അവമാനങ്ങൾ, എല്ലാവരും ഇയാളെ അവമാനിക്കുന്നു. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ അവമാനങ്ങളും സഹിച്ച് ഇങ്ങനെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഇങ്ങനത്തെ ഒരു ജീവിതം, ഒറ്റപ്പെട്ട് ജീവിക്കുക, ആരുമില്ലാതെ, എല്ലാവർക്കും തന്റെ പണവും ഇങ്ങനത്തെ ആവശ്യം, എല്ലാവരും തന്നെ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു, അവമാനിക്കുന്നു, പിന്നെ തന്നെ പീഡിപ്പിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഈ ജീവിതത്തിന് എന്താ അർത്ഥമാണുള്ളത് എന്ന് അദ്ദേഹം ഓർക്കുകയാണ്. ഒടുവിൽ താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി തീരുകയല്ലേ ചെയ്തത്? താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി. എല്ലാം തന്റെ സമ്പാദ്യങ്ങളും തന്നെ എഴുതാനുള്ള, അതാണ് എഴുത്തിന്റെ കാര്യങ്ങളാണ്. അത് വീട്ടിലാണ് ഇവർക്കൊക്കെ കടം കൊടുക്കുന്നത്, കടം വീട്ടുന്നതും, ആർക്കും ചൂതാട്ടം കളിക്കുന്നതും, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇവർക്കൊക്കെ ആവശ്യക്കാർക്ക് പൈസ കൊടുക്കുന്നതും, എല്ലാ വയ്യാവേലി ഏറ്റെടുക്കുന്നതും, കടബാധ്യത ഏറ്റെടുക്കുന്നതും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഈ വേറെ വരുമാനമൊന്നുമില്ലല്ലോ, ഈ എഴുത്തുനിന്ന് കിട്ടിയിട്ടുള്ള ആ പൈസ കൊണ്ട് തന്നെയാണ് അർത്ഥം. അപ്പോ ഇങ്ങനെ താൻ ഇപ്പൊ ആർക്കും വേണ്ടാത്ത ഒരാളായി തീരുകയല്ലേ ചെയ്തത്? എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട്, തികച്ചും ഏകാഗ്രതയിൽ എല്ലാവരും നിന്നും ഒറ്റപ്പെട്ടു, എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തി എന്നർത്ഥം. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയല്ലേ ഇപ്പോൾ തന്റെ അവസ്ഥ? ഓർത്തു നോക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. നോക്കൂ, വഴിയരികിൽ അത് അണ്ടർലൈൻ ചെയ്യുക, വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെ അദ്ദേഹം, അതിന് താനൊരു പാറക്കഷ്ണമായി, ആർക്കും വേണ്ടാത്തൊരു പാറക്കഷ്ണമായി, അല്ലെ? അതെന്താ പാറക്കഷ്ണം പോലെയല്ലേ? അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നാൻ കാരണം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയല്ലേ ഇപ്പോൾ തന്റെ അവസ്ഥ എന്ന് ദസ്തോവ്സ്കി പറയാൻ കാരണം എന്താ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. 2 മാർക്കാണ് ചോദിച്ചത്, 2 മാർക്ക്. അതിന്റെ അർത്ഥം എന്താണ്, എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പാറക്കഷ്ണം എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട, താനൊരു വലിയ വഴിയരികിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന പാറക്കഷ്ണമാണ്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല, ഇനി അത് വേസ്റ്റാണ്. പക്ഷെ അതിലെന്താണ്, ആ വേസ്റ്റാന്ന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, ആ പാറക്കഷ്ണത്തെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അല്ലെങ്കിൽ എന്താണ്, ആ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം?
സ്നേഹവും പരിചരണവും ഉണ്ടെങ്കിലേ മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കാം. അല്ലേ? ആ സൂചനയാണ്. അതാ എഴുതേണ്ടത് കേട്ടോ. അതായത് സ്നേഹവും പരിചരണവും ഉണ്ടെങ്കിൽ മനോഹരമായ ശില്പമുണ്ടാക്കി മാറ്റാം. അപ്പൊ ഇദ്ദേഹം ഒരു പാറക്കഷ്ണമാണെങ്കിലും ഇദ്ദേഹത്തിനെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിചരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്താവും? മനോഹരമായ ശില്പമായിട്ട് ഇദ്ദേഹം മാറും എന്നുള്ള സൂചനയാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മുടെ പെരുമ്പടവം നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. കാരണം അങ്ങനെ അന്നയുടെ രംഗപ്രവേശം ഉദ്ദേശിക്കുന്നത്. അന്ന അത് നൽകും അദ്ദേഹത്തിന്. ഈ ഒരു പാറക്കഷ്ണത്തിന്, ആർക്കും വേണ്ടാത്ത പാറക്കഷ്ണത്തിന്, അല്ലെങ്കിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണത്തിനെ അന്ന സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് കിട്ടുമ്പോൾ അതെന്താവും? ആ പാറക്കഷ്ണമൊക്കെ മാറിയിട്ട് നമുക്ക് പാറക്കഷ്ണത്തിൽ കൊത്തുപണി നടത്തിയാൽ എന്താവും? മനോഹരമായ ശില്പം ഉണ്ടാക്കാം. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ സ്നേഹവും അന്നയുടെ സ്നേഹവും പരിചരണവും കിട്ടിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം മനോഹരമായ ശില്പമായി മാറി. കാരണം മനോഹരമായ കൃതികൾ രചിച്ചു. പിന്നീട് ഒരുപാട് കൃതികൾ വീണ്ടും അദ്ദേഹം രചിച്ചു. അല്ലെങ്കിൽ അത് അങ്ങനെ ആർക്കും മടാതെ കിടക്കുന്ന പാറക്കഷ്ണമായി മാറിയിരുന്നു. പക്ഷെ ആ അന്നയുടെ ആ ഒരു സാന്നിധ്യം, അന്നയുടെ സ്നേഹം, അന്നയുടെ പരിചരണം എന്തായി? അദ്ദേഹത്തിനെ മാറ്റി എന്നുള്ള സൂചനയാണ് ഇവിടെ തരുന്നത് എന്ന് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. മറക്കരുത്. ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇങ്ങനെ എഴുതണം. എന്താണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്? പെരുമ്പടവം ശ്രീധരന്റെ ആത്മാവിന്റെ വെളിപാടിൽ നിന്ന് എടുത്ത ഭാഗം നിങ്ങൾ ആദ്യം എഴുതി വെക്കണം. പിന്നെ വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണമായി തീർന്നു നമ്മുടെ ദസ്തോവസ്കി. കാരണം എല്ലാവരും ജീവിതത്തിന്റെ തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അവമാനങ്ങളും സഹിച്ച് തന്റെ ജീവിതം ഒരു ആർക്കും വേണ്ടാത്ത, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയായി. പക്ഷേ ഈ പാറക്കഷ്ണത്തിൽ സ്നേഹവും പരിചരണവും ഉണ്ടെങ്കിൽ ഇത് മനോഹരമായ ശില്പമാക്കി മാറ്റാം എന്നൊരു ധ്വനി കൂടി ഇവിടെയുണ്ട്. അത് ഈ പുസ്തകത്തിന്റെ അന്ത്യത്തിൽ, ഈ നോവലിന്റെ അന്ത്യത്തിൽ നമുക്ക് തെളിഞ്ഞു വരുന്നു. കാരണം അന്നയുടെ രംഗപ്രവേശത്തോടു കൂടി പാറകഷ്ണമാകുന്ന ദസ്തോവസ്കിയിലെ മനോഹരമായ ശില്പമാക്കി അവൾ മാറ്റിയെടുത്തു. സ്വന്തം ജീവിതം ത്യാഗം ചെയ്യിച്ചിട്ട്, അല്ലെ, സ്വന്തം ജീവിതം ബലി കഴിച്ചിട്ട് അദ്ദേഹത്തിന് മനോഹരമായ ശില്പമാക്കി, സ്നേഹവും പരിചരണവും കൊണ്ട് ദസ്തോവസ്കിയെ മനോഹരമായ ശില്പമാക്കി മാറ്റി. ഒരുപാട് നല്ല കൃതികൾ അദ്ദേഹത്തിന് അവളെ അല്ലെങ്കിൽ എന്താ പറയാ, അവൾ ചോദിച്ച് മനസ്സിലാക്കി എഴുതിപ്പിച്ചു, വാങ്ങിച്ചു എന്നർത്ഥം. അല്ലെ? അത് പ്രചോദനം ആയിരുന്നു. നമ്മുടെ ഒരു ശില്പിയായി വന്നിട്ടുള്ള അന്നയായിരുന്നു അതിന് കാരണക്കാരി എന്ന് എഴുതി കേട്ടോ. ഓക്കെ. യാഥാർത്ഥ്യത്തിന്റെ കടിച്ചുകീറലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അഭയകേന്ദ്രം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ്. ഒക്കെ യാഥാർത്ഥ്യത്തിൽ എല്ലാവരുടെയും കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ ഒരുപാട് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഒക്കെ ഈ സമയം അവിടുന്ന് കടക്കാർ വരും, ഇവിടുന്ന് കടക്കാർ വരും, അവിടെ വീണ്ടും ചോദ്യം ചെയ്യാൻ വരും, രോഗപീഠകള്, മറ്റുള്ളവരുണ്ടാക്കിയ കടങ്ങളെ, മക്കളുടെ രംഗപ്രവേശം, എമിലിയും പാഷയും ഇടയ്ക്ക് വീണ്ടും പൈസ ഓടം എന്ന് പറയുന്നു. അപ്പോഴേക്ക് മറ്റേ ഇയാളുണ്ടല്ലോ, നമ്മളെന്താ പറയാ, നമ്മുടെ ഇയാള് എന്താ വെച്ചാ പ്രസാധകൻ ഉണ്ടല്ലോ, അതേ പ്രസാധകൻ ഓടി വരുന്നു. ആ പ്രസാധകൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് പുസ്തകം തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇതൊക്കെ സ്റ്റെലോസ്കി വന്നിട്ട് പറയും പുസ്തകം തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, അങ്ങനെ പറഞ്ഞ് ഒരു ഇതും കിട്ടില്ല, പൈസ കിട്ടില്ല എന്ന് പറഞ്ഞ സ്റ്റെലോഗ്രാഫിയുടെ ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്നു നടത്തും. അപ്പൊ അങ്ങനെ വരുമ്പോ അതാണ് യാഥാർത്ഥ്യത്തിന്റെ കടിച്ചുകീറലാണ് എല്ലാ സമയത്തും നിന്ന് രക്ഷപ്പെടാൻ ഒരു അഭയകേന്ദ്രം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ്. അപ്പോൾ പ്രാർത്ഥനയിരിക്കുന്ന സമയത്ത് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏകാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന, അല്ലെ? ഇപ്പൊ നമ്മളെ പണ്ട് ശ്രീനിവാസന്റെ സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരുപാട് കുടുംബ പ്രാരാബ്ധത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടാൻ ചെയ്ത കഥ, അല്ലെ? എന്താണ്? ശബരിമലയ്ക്ക് പോവുക, അല്ലെ? അപ്പോ ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ശബരിമലയിൽ പോണ സമയത്ത് പ്രാർത്ഥനയും ധ്യാനവും മാത്രമാണ്. അപ്പൊ വീട്ടിലെ കുട്ടികൾക്ക് പുസ്തകം വാങ്ങേണ്ട കാര്യമോ, അല്ലെങ്കിൽ വീട്ടിൽ അരി വാങ്ങേണ്ട കാര്യമോ, അല്ലെങ്കിൽ അവിടെ പാൽക്കാരന് കടം കൊടുക്കേണ്ട കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾ അവന് ജോലി എടുക്കണം, നല്ല കിട്ടുള്ളൂ. പക്ഷെ ശ്രീനിവാസൻ എന്ന കഥാപാത്രം ചെയ്തു അവസാനം അതിന് ഒളിച്ചോടാൻ വേണ്ടി അദ്ദേഹം ചെയ്തു വീണ്ടും എപ്പോഴും ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങി, അല്ലെ? അതാണ് ആ സിനിമ പറയുന്നത്, അല്ലെ? ഏതാണ്? ചിന്താവിഷ്ടയായ ശ്യാമള, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് അതേ അവസ്ഥയാണ് ഇദ്ദേഹം. ഈ കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അഭയകേന്ദ്രമായിട്ട് പ്രാർത്ഥനയിൽ അങ്ങനെ മുഴുകുന്നു. എന്നാൽ ഒരു പ്രാർത്ഥനയിൽ എത്ര നേരം ഇരിക്കാൻ കഴിയും മനുഷ്യന്? ഒറ്റ പ്രാർത്ഥന എത്ര നേരം ഇരുത്താൻ കഴിയും? ഒരു 5 മിനിറ്റ് 10 മിനിറ്റിന്റെ അപ്പുറമൊന്നും കഴിയില്ലല്ലോ. അതിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴോ
പ്രാർത്ഥന പുറത്ത് കിടക്കുമ്പോൾ എന്താ, പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് എന്താവും, വീണ്ടും കഴുകന്റെ നഖങ്ങളിലേക്ക്, പിന്നെ കഴുകനാണ് അല്ലെ, പീഡാനുഭവങ്ങള്, അല്ലെങ്കിൽ ദുരന്ത ഓർമ്മകള്, അല്ലെങ്കിൽ ഈ കടക്കാരുടെ വരവ്, അല്ലെങ്കിൽ അവമാനങ്ങളുടെ കുത്തൊഴുക്ക്, അല്ലെങ്കിൽ തെറികളുടെ പിന്നെ എന്താണ്, തെറികളുടെ അഭിഷേകം, ഇതൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരികയാണ്. പ്രാർത്ഥന സമയത്ത് മാത്രം ഒന്നും ഉണ്ടാവില്ല, മനസ്സിൽ ഒരു പേടി ഉണ്ടാവില്ല. പ്രാർത്ഥന കഴിഞ്ഞാൽ അത് വീണ്ടും ഈ കഴുകന്റെ നഖങ്ങളിലേക്ക്, അല്ലെ, കഴുകന്റെ നഖങ്ങളിലേക്കാണ് വീണ്ടും എത്തുന്നത്. എങ്ങും പോകാനില്ല, വീണ്ടും തന്റെ ദുർവിധിയിലേക്കല്ലാതെ എവിടേക്കും പോകാനില്ലല്ലോ, വീണ്ടും ആ കഷ്ടപ്പാടുകളിലേക്ക് വീണ്ടും അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നു. തന്റെ ജീവിതം വെറും ഒരു പേക്കിനാവായി തീർന്നു, വെറും പേക്കിനാവ്, ഇങ്ങനെ പേ പോലെയുള്ള കിനാവ്, അല്ലെ, പേ പിടിച്ച കിനാവായിട്ട് മാറുന്നു തന്റെ ജീവിതം എന്ന് മറ്റേ നമ്മുടെ ദസ്തോവ്സ്കി തോന്നുന്നു എന്നർത്ഥം. അതിൽ നോക്കി എന്തെങ്കിലും പിന്നെ വാക്കുകള് നോക്കൂ, പദം ചേരുവ ഉണ്ടോ നോക്കൂ, അവിടെ എവിടെയെങ്കിലും നോക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചലം പ്ലസ് ആയി നിശ്ചലമായി കേട്ടോ, അത് ആദേശം. മര പ്ലസ് കൊമ്പ് മരക്കൊമ്പ്, ക രട്ടിച്ചു ദിത്വം കേട്ടോ. അങ്ങനെ പോന്നിട്ട് ശാപനിലം, ശാപത്തിന്റെ നിലം, അങ്ങനെ വിഗ്രഹിക്കുക കേട്ടോ. പിന്നെ പാറ പ്ലസ് കഷ്ടം, പാറക്കഷ്ടം, ദിത്വം, കായിരട്ടിച്ചു. അങ്ങനെ കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ നമുക്ക് നോക്കാം, അടുത്തിലേക്ക് നോക്കൂ. ഷേക്സ്പിയറുടെ വരികൾ മനസ്സിൽ മാറ്റിലൂടുന്നു. അപ്പൊ ഷേക്സ്പിയറുടെ വരികൾ അദ്ദേഹം ഓർക്കുകയാണ്. എന്താ വരികളെ? Life is but a walking shadow, a poor player that stirs and flares his power upon the stage, then heard no more. It is a tale told by an idiot, full of sound and fury, signifying nothing. ഷേക്സ്പിയറുടെ വരികളാണ്. അതിന്റെ അർത്ഥം എന്താണ്? ജീവിതം സഞ്ചരിക്കുന്ന വെറും നിഴൽ കേട്ടോ, ജീവിതം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന നിഴലാണ് അല്ലെ. അരങ്ങിൽ ഞെളിഞ്ഞും നടന്നും വെറി പിടിച്ചും സമയം കഴിക്കുന്ന ഒരു പാവം നടനാണ് നമ്മളൊക്കെ എന്താണ്, നമ്മളെ കേവലം പ്ലെയേഴ്സാണ് അല്ലെ, സ്റ്റേജിൽ പ്ലെയേഴ്സാണ് നമ്മളൊക്കെ. അരങ്ങിൽ കളിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അരങ്ങിൽ കളിക്കുന്ന എന്താണ്, ചിലപ്പോൾ എന്ത് ചെയ്യും, അരങ്ങിൽ ഞെളിഞ്ഞു നടക്കും, ചിലപ്പോൾ വെറി പിടിച്ച് നടക്കും. അങ്ങനെയുള്ള ഒരു പാവം നടൻ പോലെയാണ് നമ്മളൊക്കെ എന്നർത്ഥം അല്ലെ. പിന്നെന്താ പറയാ, വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വേൾഡ് സ്റ്റേജ് പോലെയാണ്, ഒരു രംഗമാണ്, ഒരു വേദിയാണ് ഈ ലോകം. അവിടെ നമ്മൾ കേവലം നടന്മാര് മാത്രമാണ്, മനുഷ്യന്മാര് അല്ലെ. അങ്ങനെ നടന്നു പോകുന്നു നമ്മള്. ചിലപ്പോ നമുക്ക് ദുഃഖം അനുഭവിക്കുന്നു, ചിലപ്പോൾ സന്തോഷം വരുന്നു, ചിലപ്പോൾ രോഗം അനുഭവിക്കുന്നു, ചിലപ്പോൾ വെറി പിടിച്ച് നടക്കേണ്ടി വരുന്നു, ചിലപ്പോ പിന്നെ കരഞ്ഞു നടക്കേണ്ടി വരുന്നു, ചിലപ്പോൾ കുഴഞ്ഞു വീഴുന്നു, ചിലപ്പോൾ നമ്മള് അവിടെ കുഴഞ്ഞു വീഴുന്നതോടുകൂടി നമ്മൾ ആരെങ്കിലും നിന്നും അപ്രത്യക്ഷമാവുന്നു, നമ്മൾ മരിച്ചു പോകുന്നു അർത്ഥം അല്ലെ. അവിടെ വീണോട് കൂടിയിട്ട് യാത്രയിൽ എവിടെ വെച്ച് വീഴുന്ന സമയത്ത് നമ്മളെ ആ സ്റ്റേജിൽ നിന്ന് നമ്മളെ പിന്നെ കുഴിമാടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് വേദിയിൽ നിന്നും ഇറങ്ങി പോവേണ്ടി വരുന്നു എന്നർത്ഥം. അത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അഥവാ പിന്നെ കേൾപ്പില്ല, പിന്നെ നമുക്ക് അവിടെ ആരും കേൾക്കാനാരില്ല. നമുക്ക് ഒരു വിഡ്ഢി പറഞ്ഞ ഏതോ കഥയാണത്, ഒരു വിഡ്ഢി പറഞ്ഞു പോയ കഥയാണത്. നിറയെ ശബ്ദവും രോഷവും തീർത്തും അർത്ഥശൂന്യം, ഭയങ്കര ഒരേ ബഹളങ്ങളുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢി പറഞ്ഞ കഥ. എങ്ങനെ ജീവിക്കുന്നു, ഞാൻ ജനിക്കുന്നു, കുട്ടിയായിട്ട് ജനിക്കുന്നു, അങ്ങനെ കുറെ വളരുന്നു, കുറെ ഭക്ഷണം കഴിക്കുന്നു, കുറെ അവിടെ ഓടി നടക്കുന്നു, കുറെ പിന്നെ പ്രാരാബ്ദം ചെയ്യുന്നു, കുറെ ജോലി അന്വേഷിച്ച് നടക്കുന്നു, പിന്നെ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവുന്നു, പിന്നെ അവിടെ കുറെ പ്രശ്നങ്ങള്, പിന്നെ ഭാര്യയായിട്ടുള്ള കലഹങ്ങള്, അത് കഴിഞ്ഞിട്ട് കുട്ടികൾ തമ്മിൽ കുറെ പ്രശ്നങ്ങള്, അവർക്ക് ജോലി കിട്ടുന്നു, അങ്ങനെ പോകുന്നു, പിന്നെ രോഗം ബാധിക്കുന്നു, പിന്നെ അങ്ങനെ വന്നു നമ്മള് എവിടെയോ നമ്മളെ മറിഞ്ഞു വീഴുന്നു അല്ലെ. ഇതൊരു വിഡ്ഢി പറഞ്ഞ കഥയാണ് നമ്മളെ ജീവിതം. വിഡ്ഢി പറഞ്ഞ കഥ പോലെയാണ് നമ്മുടെ ജീവിതം എന്നർത്ഥം. നിറയെ ശബ്ദവും ഒരു അർത്ഥമില്ലാത്ത കുറെ ശബ്ദങ്ങളാണ് ജീവിതത്തിൽ. കുറെ ശബ്ദം അവിടെ വയ്ക്കുന്നു, അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, പിന്നെ കുറെ ശബ്ദം മക്കൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, പിന്നെ കുറെ ദേഷ്യപ്പെടുന്നു. അതൊന്നും അർത്ഥമില്ല. ഒരേപോലെയുള്ള ജീവിതം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ കരയുന്നു, കുറെ സങ്കടപ്പെടുന്നു, നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് മരിച്ചു പോകുന്നു, ആ സ്റ്റേജിൽ നിന്നും അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ആ സ്റ്റേജിൽ നിന്നും അവരുടെ പിന്നെന്താ നടന്റെ ആ അഭിനയം ഒഴിവാക്കി എന്നേക്കുമായിട്ട് പിരിഞ്ഞു പോകുന്നു അല്ലെ. അതിൽ കുറെ കരയുന്നു, കുറെ നമ്മളും ദുഃഖത്തോട് നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു നിറയെ ശബ്ദവും ഭയങ്കര രോഷം, ദേഷ്യവും തീർത്തും അർത്ഥശൂന്യമാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥശൂന്യമാണ് നമ്മുടെ ഒന്നുമില്ലാത്ത ഒരു ഇതുമില്ലാത്ത ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ഒരു വിഡ്ഢി പറഞ്ഞ കഥ പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്.
ഷേക്സ്പിയർ പറഞ്ഞതാണ്. അദ്ദേഹം ഓർക്കുകയാണ്, നഗരചത്തുരം കടന്നു പോകുമ്പോൾ ആകാശത്തിന്റെ അടി വിളറി തുടങ്ങുന്നത് ദസ്തോവ്സ്കി കണ്ടു. നഗരചത്തുരം നടന്നു പോകുമ്പോൾ ആകാശത്തിന്റെ അതിന്റെ അടി എന്ന് പറഞ്ഞാൽ അടിയിൽ ഭാഗം വിളറുന്നു. കാരണം സ്വന്തം ജീവിതമാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. സ്വന്തം ജീവിതത്തിന്റെ ഈ ദുരന്തങ്ങളുടെ യാത്രയില് തന്റെ ജീവിതം എന്താ പറയുന്നു വിളറി തുടങ്ങുന്നത്. ആ പ്രകൃതിയത്തെ വിളർച്ച. കാരണം നമുക്കറിയാം, പ്രഭാതം വരുമ്പോൾ അവിടെ വിളർന്നു ഇങ്ങനെ കുറേശ്ശെ വെളിച്ചം വരുമ്പോൾ ഒരു വിളർച്ച ഇങ്ങനെ കാണുന്നു. അതുപോലെ തന്റെ ജീവിതയാത്രയിൽ ഒരു വിളർച്ച അവിടെ ഇങ്ങനെ കാണുന്നത് പോലെ ദസ്തോവ്സ്കിക്ക് തോന്നുന്നു എന്നർത്ഥം. ഇന്ന് ചിലപ്പോൾ എമിലി വരും. മകളാണല്ലോ, എവിടുന്ന് പണം ഉണ്ടാക്കി കൊടുക്കും? പണം എവിടുന്നാ കൊടുക്കും? പണം ആവശ്യപ്പെട്ട ഒരാൾ വരിക, അവൾക്ക് യാതൊരുത്തും പിടിയും കിട്ടുന്നില്ല. അവളിപ്പൊന്ന് പൈസ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തായാലും അവൾ വരും. പണം യാതൊരു പിടിയും കിട്ടുന്നില്ല. ഇനി വിൽക്കാൻ വീട്ടിൽ ആകെ ശേഷിച്ചിട്ടുള്ളത് 4 or 5 മരസ്പൂണുകൾ മാത്രമാണ്. വീട്ടിലെല്ലാം വിറ്റു പൊലിച്ചു. ഇനി വീട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ കൊടുത്തു. ഇനി മരസ്പൂണ് മാത്രമുണ്ട്, 4 or 5 മരസ്പൂണ് മാത്രമുണ്ട് എന്നർത്ഥം. ബാക്കിയൊക്കെ വിറ്റു, അല്ലെങ്കിൽ പണയം വെച്ചു എന്നർത്ഥം. പാത്രങ്ങളൊക്കെ പണയം വെച്ചു. പാത്രങ്ങൾ വിറ്റത് പാഷയ്ക്ക് വേണ്ടിയാണ്. മകനാണ് പാഷ. പാഷ എന്ന് പറഞ്ഞ ഒരു നടപടിക്കാരനാണ്. ദുഷ്ടയാത്ര ചെയ്യുന്നവനാണ്. ദുർനടപടിക്കാരനൊക്കെ പറഞ്ഞവരില്ലേ, ദുർനടപടിക്കാരനാണ് അവൻ. പാഷ മകനാണെങ്കിലും അദ്ദേഹത്തിന്റെ വഴിയും ശരിയല്ല. കാരണം മദ്യപിച്ചിട്ട് അച്ഛന്റെ അതേ ഫോളോ ചെയ്യാണ്. ചൂതാട്ടൊക്കെ ചെയ്ത് മദ്യപിച്ച് അങ്ങനെ നടക്കുന്ന ഒരു പാശിന് വേണ്ടി ഇവിടെ വന്നിട്ട് കച്ചറ ഉണ്ടാക്കും. അച്ഛനോട് ചൂടായി നടക്കുന്ന അങ്ങനത്തെ ഒരു വാശി ഉള്ള ഒരു മനുഷ്യനാണെന്ന് അർത്ഥം മകൻ. അപ്പൊ പാഷ അങ്ങനെ ചോദിച്ചാൽ ദേഷ്യപ്പെടും, ചിലപ്പോൾ ചീത്ത പറയും. അപ്പൊ അതുകൊണ്ട് വേഗം പാഷയ്ക്കുള്ളൊക്കെ വിറ്റു കൊടുക്കും എന്നർത്ഥം. പാഷയ്ക്ക് വേണ്ടിയാണ്. അവൻ വന്ന് ചോദിക്കുമ്പോൾ എന്തു ചെയ്യും? ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ പോകില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ പോകില്ല, കിട്ടിയിട്ടേ പോകുള്ളൂ പറഞ്ഞു. എന്തെങ്കിലും കിട്ടിയിട്ടേ പോകുള്ളൂ. അത്രയ്ക്കും ഒരു വാശിക്കാരനാണ് ഈ പാഷ. അവന്റെ പോക്കിരിത്തരം, അവന് പോക്കിരിത്തരം കുറെ കൂടിപ്പോകുന്നുണ്ട്. കുറച്ച് ഭയങ്കര പോക്കിരിയാവുന്നുണ്ട് അവൻ ടീനേജറാണല്ലോ. അപ്പൊ അവന് പോക്കിരിയാവുന്നുണ്ട്. ഈയിടെ കള്ളുകുടിയും കൂടുതലാണെന്ന് കേട്ടു. ഭയങ്കര കള്ളുകുടിയാണ്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് ഭയങ്കര കള്ളുകുടിയാണെന്ന് കേട്ടു. ഉപദേശിച്ചിട്ടൊന്നും പ്രയോജനമില്ല, അവനെ ഉപദേശിച്ചൊന്നും കാര്യമില്ല. ഉപദേശത്തിന്റെ കുറവ് കൊണ്ടാണോ മനുഷ്യൻ ചീത്തയാക്കുന്നത്? ആരെങ്കിലും ഇഷ്ടംപോലെ ഉപദേശിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ ഉപദേശിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ ചീത്തയാകാൻ ചിലപ്പോൾ പല സന്ദർഭങ്ങളുണ്ടാകും. ആ സന്ദർഭം കൊണ്ടാണ്, ചിലപ്പോ സാഹചര്യം കൊണ്ടാണ് ചിലർക്ക് ചീത്തയാകുന്നത് എന്നൊരു സൂചനയാണ് ഇവിടെ തരുന്നതെന്നർത്ഥം. അല്ലെങ്കിൽ താൻ എന്തിനാണ് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി പ്രാരാബ്ദങ്ങൾ വലിച്ചു തലയിൽ വെക്കുന്നത്? ഓരോ പ്രാരാബ്ദം, എമിലിയുടെ പ്രാരാബ്ദം, പാഷയുടെ പ്രാരാബ്ദം ഒക്കെ ഞാൻ അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് അങ്ങനെ വലിച്ചു തലയിൽ വെക്കുകയാണ്. ഈയിടെ ഒരു പരിചയക്കാരൻ കളിയാക്കി പറഞ്ഞു. ഒരു പരിചയക്കാരൻ അറിയാവുന്ന ഒരാള് പറയാണ്, വയ്യാവേലികൾ വലിച്ച് തലയിൽ വെക്കുന്നത് നിങ്ങളൊരു മനോരകമാണ്. ഈ മനുഷ്യ അവനോടൊക്കെ ഒന്ന് എവിടെയും പോയി ജീവിക്കും, എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കും, ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞൂടെ? എല്ലാ വയ്യാവേലിയും വേണ്ടാത്ത എല്ലാ ഏർപ്പാടും വെച്ച് തലയിൽ വെക്കുക. അങ്ങനത്തെ സ്വഭാവം ചില ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഉണ്ടാവും അല്ലെ? വണ്ടിയും വലിയും തലയിലേറ്റി പോരും. ഒന്നും അറിയാതെ എവിടെയെങ്കിലും പോയിട്ട്, ഒരു ദിലീപിന്റെ സിനിമയിൽ കാണിച്ച പോലെ, ദിലീപ് അവിടെ ഒരു കല്യാണത്തിന് പങ്കെടുത്തല്ലോ, എന്നിട്ട് അവിടുന്ന് കല്യാണക്കാരന് എന്തോ യഥാർത്ഥ കല്യാണക്കാരൻ വന്നില്ല. ആ സമയത്ത് അവിടുന്ന് പഠിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ സമയത്ത് ഇവിടുന്ന് ഒരു ആ കുട്ടിയെ ചിലപ്പോ അവിടെ പോയിട്ട് വലിയ വർത്തമാനം പറഞ്ഞു പോയിട്ട് എന്ത് ചെയ്തു, അത് ഇവന്റെ പെരടിയിലായി. എന്നിട്ട് അത് വയ്യാവലിയായിട്ട് പോകുന്നു വീട്ടിലേക്ക്. തിലകൻ ഉണ്ടല്ലോ ആ സിനിമ എന്ന് പറയുന്നത്, അച്ഛൻ തിലകനാണ്. നല്ല രസകരമായിട്ടുള്ള സിനിമയാണ് അത്. സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇങ്ങനെ എവിടെ പോയി എവിടെയെങ്കിലും പ്രാരബ്ധങ്ങൾ ഇടപെട്ടാലേ എവിടെയും ചെന്ന് പെടുക. അവിടെ കാണുന്ന എല്ലാ വണ്ടിയും വലയും പ്രാരബ്ധങ്ങളൊക്കെ തലയിൽ ഏറ്റിപ്പോരുന്ന അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ. അതുപോലെയാണ് ഈ ദസ്തോവ്സ്കി എന്നൊരു പരിചയക്കാരൻ പറയാം. അല്ലെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എവിടെ കിട്ടിയോ? സ്വന്തം പ്രാരാബ്ദം കണ്ടമാനുണ്ട്. അതിനിടെ കൂടെ ഏട്ടന്റെ എല്ലാ കടങ്ങളും ബാധ്യതകൾ ഏറ്റെടുത്തു, ഏട്ടന്റെ ഭാര്യയുടെ കടങ്ങൾ ഏറ്റെടുത്തു, പിന്നെ അത് മാത്രം മകളുടെ എല്ലാ കടങ്ങളും ഏറ്റെടുത്തു, അല്ലെ എമിലിയുടെ കടങ്ങള്. ഇപ്പൊ മകൻ പോക്കിരിയാണ്, അവന് കള്ളുടിക്കാനുള്ള പൈസ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കണം, ഇതൊക്കെ വിറ്റു കൊടുക്കുന്നു. എവിടൊക്കെ വയ്യാവേലിയുണ്ട് അതൊക്കെ തലയിലേറ്റ് കിടക്കുന്ന ഒരു കഥാപാത്രമാണ് ദസ്തോവ്സ്കി എന്ന് ഒരു പരിചയക്കാരൻ പറഞ്ഞു നടത്താം. അപ്പൊ നിങ്ങൾക്കൊരു മനോരോഗമാണത്, ഒരു മാനസിക രോഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു നടത്തും. എതിർക്കാനും
തർക്കിക്കാനും പോയില്ല, അത് ഒന്നും മിണ്ടിയില്ല. ഞാൻ എതിർത്തിട്ടുമില്ല, തർക്കിച്ചിട്ടുമില്ല. എന്തെല്ലാം കുഴപ്പങ്ങളുള്ള ഒരാളാണ് താൻ എന്ന് സ്വയം വിചാരിച്ച് ഒരു തമാശ കേട്ടല്ല എന്ന പോലെ എന്തൊക്കെ കുഴപ്പം തനിക്കുണ്ടോ എന്നിങ്ങനെ ഒരു തമാശ കേട്ടതുപോലെ അത് കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ഒന്ന് ചിരിച്ചു. ശരിയാണ്, ഇങ്ങനെ ഒരു മനോരോഗിയാണ് നിങ്ങൾ എല്ലാം നിങ്ങളുടെ എവിടൊക്കെ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്ന ഒരു മനോരോഗിയാണെന്ന് പറഞ്ഞപ്പോ ഇതൊരു കുഴപ്പമുണ്ടോ എനിക്കൊരു കുഴപ്പമുണ്ടോ എന്ന് എഴുതിട്ട് എന്ന് സ്വയം വിചാരിച്ച് ഒരു തമാശ കേട്ടാന്ന പോലെ അദ്ദേഹം ചിരിച്ചു. ഇതിൽ എന്തെങ്കിലും പദങ്ങളുണ്ട് നോക്കൂ. അവിടെ എന്തെങ്കിലും കൂടി പ്ലസ് പോകുന്നു, കൂടിപ്പോകുന്നു, ദ്വിത്വം കേട്ടോ. പ്രയോജനം പ്ലസ് ഇല്ല, പ്രയോജനമില്ല, ആദേശം. പിന്നെ ചീത്ത പ്ലസ് ആകുന്നത് ചീത്തയാകുന്നത്, യാ ആഗമിച്ചു. കളി പ്ലസ് ആക്കി കളിയാക്കി, യാ ആഗമിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത് നോക്കും. വാസ്തവത്തിൽ തമാശയാണോ അത് തോന്നുന്നില്ല. കാരണം എല്ലാ വയ്യാവേലിയും തലയിൽ വെച്ച് കിട്ടുന്ന ഒരു മനോരോഗിയാണ് താങ്കൾ എന്ന പരിചയക്കാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് അങ്ങനെ തമാശയായിട്ട് തോന്നി നമ്മുടെ ദസ്തയേവ്സ്കി. പക്ഷെ അത് വീണ്ടും ഓർത്തു, അത് തമാശയാണോ? അല്ലെന്ന് തീർച്ചയാണ്, തമാശയൊന്നും അല്ലെന്ന് തീർച്ചയുണ്ട്. എങ്കിലും ആദരിച്ചു പോവുകയാണ്. മനുഷ്യന് എല്ലാ ചുമടുകളും ഇറക്കി വെക്കാൻ ഒക്കുമോ? ഞാൻ ആലോചിക്കുക, എല്ലാ ചുമടും എനിക്ക് വേണ്ട, എല്ലാ പ്രാരാബ്ദങ്ങളും ഒഴിഞ്ഞു മാറാൻ നമുക്ക് പറ്റുമോ? മനുഷ്യനല്ലേ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആളല്ലേ. അപ്പൊ നമുക്ക് എല്ലാ പ്രാരാബ്ദവും വേണ്ട വെച്ചിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റുമോ എന്നർത്ഥം. സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമാണോ? ഉണ്ടോ? എന്തെങ്കിലും സഹിക്കണം, നമ്മള് ത്യാഗം സഹിക്കണം. അങ്ങനെ സഹിക്കാനില്ലാത്ത ജീവിതം ജീവിതമാണ്. അതാണ് നമ്മളൊരു ദസ്തയേവ്സ്കിയുടെ ഒരു ക്രൈസ് ആയിട്ടുള്ള സംഭവം. സഹിക്കണം, എന്ത് മുതലും നമ്മൾ സഹിക്കണം, അല്ലെ? അല്ലാതെ ജീവിതം ആവില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് അർത്ഥം. ഒപ്പം നടക്കുന്ന ഒരു സ്നേഹിതനോടെന്ന പോലെ ദസ്തയേവ്സ്കി സ്വയം സംസാരിച്ചു. അപ്പൊ ഇതിങ്ങനെ സംസാരിക്കുകയാണ് അദ്ദേഹം. അവിടെ ആരുമില്ല, അല്ലെ? അപ്പൊ ഒപ്പം ഒരു സ്നേഹിതനുണ്ട് എന്ന് തോന്നുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് പറയാം, മുഴുവനുമല്ല, അത് അസാധ്യമാണ്. കുറച്ച് ഞാൻ പറയാം ജീവിതത്തെ കുറിച്ചിട്ട്. അവിടെ സുഹൃത്തിന്റെ നിലയ്ക്ക് അദ്ദേഹം സംസാരിക്കണത്. നമ്മളെ ഒഴിഞ്ഞ പ്രഭാതം തുടരുന്ന മുമ്പ് പൂർവ്വ സമയങ്ങളിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു സ്നേഹിതനോടെന്ന പോലെ അദ്ദേഹം സംസാരിക്കുന്ന അർത്ഥം. അപ്പൊ ഞാന് എന്റെ കാര്യം എനിക്ക് കുറച്ച് മുഴുവനും എനിക്ക് പറയാൻ കഴിയില്ല, കുറച്ച് ഞാൻ പറയാം എന്റെ ജീവിതത്തെ കുറിച്ചിട്ടെന്ന് പറയാം. എനിക്ക് അങ്ങനെ സരളമായി പറയാൻ വയ്യാത്ത സംഗതികളുണ്ട്. എനിക്ക് സരളമായിട്ട് വളരെ അല്ലെങ്കിൽ ലളിതമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. ചേട്ടൻ മൈക്കിളിന് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, കാര്യം അറിയാമല്ലോ. ചേട്ടൻ മൈക്കിളാണ് ചേട്ടന്റെ പേര്. അദ്ദേഹത്തിന് പ്രസിദ്ധീകരണശാല ഉണ്ടായിരുന്നു, എപോക്ക് എന്നാണ് അതിന്റെ പേര്. അതൊരു മാതിരി പച്ച പിടിച്ച് വരികയായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെ പോരുകയായിരുന്നു എന്നർത്ഥം. എന്റെ അധോതല കുറിപ്പുകൾ അതിലാണ് വെളിച്ചം കണ്ടത്. അധോതല കുറിപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്, ആദ്യത്തെ പുസ്തകമാണ്. അധോതലം എന്ന് പറഞ്ഞാൽ അടിത്തട്ട്, അധോതലം എന്ന് പറഞ്ഞാൽ അടിത്തട്ട്. അപ്പൊ അധോതല കുറിപ്പുകൾ അതിലാണ് വെളിച്ചം കണ്ടത്. എന്റെ സാഹിത്യ ജീവിതത്തിൽ അതൊരു നാഴികക്കല്ലായിരുന്നു. ആ തുടക്കമാണ്, ഫസ്റ്റിലുള്ള ഒരു പുസ്തകമാണ് അത്. ഏട്ടന്റെ എപ്പോക്ക് എന്ന പ്രസിൽ നിന്നാണ് ആദ്യമായിട്ട് അടിച്ചത്. അപ്പൊ അത് എന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, നാഴികക്കല്ലായിരുന്നു അർത്ഥം. ചേട്ടൻ കണ്ടയിടത്തുനിന്നൊക്കെ കടം മേടിച്ചാണ് മാസിക തുടങ്ങിയത്. എവിടുന്നൊക്കെ കടം വാങ്ങി ചേട്ടൻ അങ്ങനത്തെ ഒരു മനുഷ്യൻ. എങ്ങനെയത് ഇറക്കണം, അതിനുവേണ്ടി കടം വാങ്ങിയിട്ട് എല്ലായിടത്തും കടം വാങ്ങിയിട്ട് ആ മാസിക ഇറക്കി. കനത്ത നഷ്ടത്തിൽ അത് നിർത്തേണ്ടി വന്നു. മാസികയൊക്കെ അടിച്ചു വന്നു, പക്ഷെ ആരും പൈസ കൊടുക്കണ്ടേ, മാസികയ്ക്ക് പൈസ കൊടുക്കില്ല, അങ്ങനെ അത് നിർത്തേണ്ടി വന്നു. താങ്ങാൻ പറ്റാത്ത ഒരു അടിയായിരുന്നു അത്, വല്ലാത്തൊരു അടിയാണ്. ഏട്ടൻ നിർത്തിയോട് കൂടി കടക്കാര് പെരുകി വന്നു. എന്നും കടക്കാര് പ്രസിലേക്ക് വരും നടത്തും. എല്ലാ അർത്ഥത്തിലും അതോടെ ചേട്ടൻ വീണു. അങ്ങനെ ആ ആൾക്കാരുടെ കടം ചോദിച്ചു വന്നതോടുകൂടി ഏട്ടനാകെ വീണു. ഞാനപ്പോൾ മോസ്കോവിൽ ഭാര്യയുടെ അടുത്തായിരുന്നു. മോസ്കോയിൽ ഭാര്യ മോസ്കോയിലാണ്, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലാണ് ഭാര്യ. അവിടെ ഒരു ഹോസ്പിറ്റലിലാണ്, കാരണം രോഗം ബാധിച്ച് കിടക്കുകയാണ് ഭാര്യ. അപ്പൊ ഞാൻ അവിടെയായിരുന്നു. ഏത് നേരത്താണ് അവളെ മരണം അനുഗ്രഹിക്കാനെന്നറിയാതെ ഞാൻ അവളുടെ അരികിൽ കാത്തിരിക്കുകയായിരുന്നു. ഭാര്യയ്ക്ക് ഭയങ്കര അസുഖമായിരുന്നു, രോഗം. ഒരിക്കലും വേദന കൊണ്ട് ഇങ്ങനെ പൊളയായിരുന്നു ഭാര്യയുടെ അസുഖം, ക്യാൻസർ ആയിരുന്നു. രക്ഷയില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതാണ്. വേദന കൊണ്ട് പൊളയുമ്പോൾ ഞാൻ അടുത്തിരുന്ന് ഭാര്യയെ പരിചരിക്കുകയായിരുന്നു. കാരണം അതുവരെ അവരുടെ ദാമ്പത്യം കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, ഇവരുടെ ദാമ്പത്യം.
അത് പിന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹം ഇങ്ങനെ കുടുംബത്തിലൊന്നും നോക്കില്ല, ജീവിതങ്ങളിലൊക്കെ പിന്നെ ഒപ്പം നിൽക്കില്ല. അപ്പൊ ഭാര്യയ്ക്ക് അത് പ്രശ്നവും, ഭാര്യ പ്രശ്നം ഉണ്ടാക്കും, ഭാര്യ സംസാരിക്കും, അപ്പൊ തിരിച്ചു സംസാരിക്കും, നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത മനുഷ്യനൊക്കെ പറയും, നല്ലതൊന്നൊക്കെ തിരിച്ച് അവിടെ അങ്ങോട്ടും തിരിച്ചു പറയും. അങ്ങനെ പറഞ്ഞിട്ട് അയാളെ വഴിക്ക് പോകും, ഭാര്യ ഭാര്യയുടെ വഴിക്ക് പോകും. അപ്പൊ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഭാര്യ അസുഖം ബാധിച്ചോടുകൂടി, ഭാര്യ പിന്നെ രോഗം ബാധിച്ചോടുകൂടി, ഹോസ്പിറ്റലിൽ കിടന്നോടുകൂടി അയാൾ ഓടിയെത്തി. അതാണ് അദ്ദേഹത്തിന്റെ സ്നേഹം. ഓടിയെത്തിയിട്ട് ഭാര്യയെ പരിചരിച്ചു. അവിടെയാണ് പിന്നെ ദസ്തോവ്സ്കിയുടെ മനസ്സിന്റെ ആ പ്രണയം, നമുക്ക് ആ സ്നേഹം, വലിയ വിശാലമായ സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നർത്ഥം. അപ്പോ ഞാൻ അവളുടെ അരികിൽ കാത്തിരിക്കുകയായിരുന്നു. ഓർത്തു നോക്ക്, ഭാര്യയുടെ മരണം കാത്ത് ഒരാൾ 12 മാസം അവളുടെ അരികിൽ നിസ്സഹായനായി ഇരിക്കുന്നത്. 12 മാസമാണ്. ഭാര്യ മരിക്കും മരിക്കും അങ്ങനെ മരിക്കുന്നുണ്ടല്ലോ ഇരിക്കണത്. കാരണം പരിചരിക്കുകയാണ്. ഭാര്യയുടെ മരണം കാത്തു പറഞ്ഞാല് ഇനി രക്ഷയില്ല, മരിക്കണല്ലോ. എന്താണെങ്കിലും ആ മരണം കാത്ത് 12 മാസം അവിടെ തന്നെ ഭാര്യയുടെ അടുത്ത് തന്നെ അവള് പരിചരിച്ചും സ്നേഹിച്ചും അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടും മരുന്ന് കൊടുത്തിട്ടും അങ്ങനെ അവിടുന്ന് എവിടേക്കും പോവാതെ അദ്ദേഹം ഭാര്യയുടെ അടുത്തായിരുന്നു. അവൾ മേരിയ, ഭാര്യയുടെ പേര് മേരിയ എന്നാണ്, എന്നെ അഗാധമായി സ്നേഹിച്ചു. ഭാര്യ അവിടുന്നാണ് സ്നേഹിക്കുന്നത്, അഗാധമായി സ്നേഹിച്ചു. ഇത്ര നല്ല മനുഷ്യനായിരുന്നോ ദസ്തോവ്സ്കി എന്ന ഭാര്യയ്ക്ക് തോന്നി. കാരണം വേറെ ഭർത്താക്കന്മാരും ചെയ്യില്ല. നല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രം ഭാര്യയുടെ പിന്നാലെ നടക്കും, കുറെ ആള് രസിപ്പിക്കും, കൊഞ്ചിപ്പിക്കും. അപ്പൊ നമ്മൾ കരുതുമോ എല്ലാ മനുഷ്യനാണ്. ചില ആൾക്കാർ അങ്ങനെയല്ല. ചില ആൾക്കാര് നല്ല സൗന്ദര്യം ഉണ്ടാകുമ്പോൾ ഒരേപോലെ കാണുള്ളൂ, അല്ലാതെ എന്താ പറയാ പ്രകടിപ്പിക്കില്ല, ഈ സ്നേഹം പ്രകടിപ്പിക്കില്ല. അവരുടെ ഉള്ളിലായിരിക്കും സ്നേഹം. ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ചില പിന്നെ ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കും, അവിടെ കാണുമ്പോൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. അതൊക്കെ ഒരു പ്രകടനമാണ് അവരുടെ സ്നേഹം. പക്ഷെ പ്രകടനമല്ല സ്നേഹം, അനുഷ്ഠാനമാണ് സ്നേഹം. ശരിക്ക് സ്നേഹം അനുഷ്ഠാനം. അഗ്നിസാക്ഷി എന്ന നോവലില് സ്നേഹം അനുഷ്ഠാനമായിരുന്നു, അല്ലെ? പിന്നെ അവരുടെ ആ നോവലിൽ അഗ്നിസാക്ഷിയില് അതിലുള്ള പിന്നെ സ്നേഹം എന്ന് പറയുമ്പോൾ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് അഗ്നിസാക്ഷിയില്. ശോഭനയാണ് അതില് അഗ്നിസാക്ഷിയില് പിന്നെ നായികയായിട്ട് വരുന്നത്. അപ്പൊ അതില് ശോഭനയുടെ ഉള്ള സ്നേഹം, ശോഭന ഒരു ഇല്ലത്ത് കുട്ടിയാണെങ്കിൽ പോലും ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ അനുഷ്ഠാനങ്ങളിലാണെങ്കിലും അവർ വല്ലാതെ ശോഭയെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ശോഭയ്ക്ക് വേണ്ടത് അതല്ല, സ്നേഹം പ്രകടമാണ് ആവശ്യം. ജനങ്ങൾക്കൊക്കെ ആവശ്യമല്ല, പ്രകടിക്കണം സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ മുമ്പിലും കുറച്ച് കാഴ്ച വസ്തുവായിട്ട് മാറ്റണം. പക്ഷെ അതിന് അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം പിന്നെ ശോഭനെ അത്രയധികം സ്നേഹിച്ചിരുന്നു, അനുഷ്ഠാനത്തോടു കൂടി അവളെ എന്നും മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു എന്ന് തോന്നിയിരുന്നു. പക്ഷെ അങ്ങനെയാവരുത്, അങ്ങനെ അനുഷ്ഠാനം. കാരണം സമയത്തിനും ആവശ്യത്തിനും വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇവര് എപ്പോഴും കച്ചറയാണെങ്കിൽ പോലും, ഭാര്യ ഭർത്താക്ക കച്ചറയാണെങ്കിലും, ഇപ്പൊ ആരും ഇല്ലല്ലോ. മക്കളൊക്കെ ഭാഷയാണെങ്കിലും എങ്ങനെയാണെങ്കിലും തിരിച്ചു വരില്ല. അവരൊന്നും അമ്മയൊന്നും അത്ര നോക്കില്ല. അവരൊക്കെ അവരുടെ ലോകത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അമ്മയെ നോക്കാനും, അല്ലെങ്കിൽ ഭാര്യയായിട്ടുള്ള പിന്നെ മേരിയായെ നോക്കാനും, അവർക്ക് വേണ്ടി മരുന്ന് കൊടുക്കാനും, അവരെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ഒക്കെ ദസ്തോവ്സ്കി ആയിരുന്നു ഒപ്പം നടന്നത്. അപ്പോഴാണ് ആ ദസ്തോവ്സ്കിയുടെ വിശാലമായ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞത്, പിന്നെ ഭാര്യ തിരിച്ചറിഞ്ഞതെന്നർത്ഥം. എന്ന് വെച്ചാൽ അത്ര ഗംഭീരമായ ഒരു സ്നേഹത്തിൽ നിന്നാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. കണ്ടോ, ഗംഭീരമായൊരു സ്നേഹത്തിൽ, വളരെ ഗാധമായ സ്നേഹമായിരുന്നു തുടക്കം. ജീവിതത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. കഷ്ടമതല്ല, എന്നിട്ടും ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. കണ്ടോ, അങ്ങനെ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ തുടക്കം അവർ ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. നല്ല ഗംഭീര തുടക്കമായിരുന്നു. പക്ഷെ പിന്നീടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അതാണ് അദ്ദേഹം പറയാൻ കാരണം. അപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അർത്ഥം. അതൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കാരണം കുടുംബത്തിൽ കുറെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെയാണ്. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിട്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു സ്നേഹിച്ചാലല്ലേ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുള്ളൂ. ഗിവ് ആൻഡ് ടേക്ക് നല്ല സ്നേഹത്തിനെ കുറിച്ച് പറയും. നിങ്ങൾ സ്നേഹിക്കേണ്ട ആൾക്കാർ ചോദിക്കും, നല്ലല്ലെങ്കിൽ തിരിച്ചു കിട്ടും എന്നൊക്കെ ആൾക്കാർ പറയുമായിരുന്നു. അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. മനസ്സിന്റെ മിഥ്യാധാരണകളും ചാബല്യങ്ങളും കൊണ്ട് ജീവിതം അവൾ ദുരിതപൂർണ്ണമാക്കി. എപ്പോഴും ഓരോ ധാരണകളാണ്, വേണ്ടാത്ത കാര്യം ചിന്തിക്കും. ഈ ദസ്തോവ്സ്കിക്ക് എഴുത്തുകാരനാണല്ലോ, കുറെ കഥകളൊക്കെ എഴുതുന്ന ആളാണല്ലോ, ഇയാൾക്ക് വേറെ ബന്ധമുണ്ടോ, പെണ്ണുങ്ങളെ കുറിച്ചിട്ടൊക്കെ എഴുതുന്നുണ്ട്, പെണ്ണുങ്ങളെ കണ്ടെങ്കിൽ ഇങ്ങനെ നുണഞ്ഞിരുന്ന് സംസാരിക്കും എന്നൊക്കെ ഭാര്യയ്ക്ക് സംശയം തോന്നി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പോ കുറെ മിഥ്യാധാരണകളും പിന്നെ കുറെ ചപലത, അല്ലെ? ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ലെ? ഫ്രയൽറ്റി ദോ ആർട്ട് വുമൺ എന്നൊക്കെ ഷേക്സ്പിയറും പറയുന്നുണ്ട്, അല്ലെ? ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില ചാബല്യങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടെന്ന് അർത്ഥം. ചാബല്യങ്ങളും കൊണ്ട് ജീവിതം അവൾ ദുരിതപൂർണ്ണമാക്കി. എന്റെ ജീവിതം അവൾ ഏതോ ശാപം കൊണ്ട് നിറയ്ക്കുകയായിരുന്നു. ഇയാളെ ജീവിതം നശിപ്പിച്ചു.
എപ്പോൾ അങ്ങോട്ട് തൊട്ടതിനും കുറ്റം, ഇങ്ങോട്ട് പോണതിനും കുറ്റം, അവിടെ ആരും സംസാരിക്കാൻ പറ്റില്ല, അവിടെ പോയിരുന്ന് എഴുതാൻ പറ്റില്ല, അങ്ങനെ കുറ്റപ്പെടുത്തി കുറേ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ടും എനിക്ക് അവളെ വെറുക്കാൻ കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ദസ്തോവ്സ്കി പറയാൻ എനിക്ക് അവളെ ഒരിക്കലും വെറുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ അവളായിരുന്നു. ദസ്തോവ്സ്കി പറഞ്ഞതാണ്, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ദസ്തോവ്സ്കി, അല്ലെ? പല സ്ത്രീകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എഴുത്തുകാരനായതുകൊണ്ട് ഓരോ സ്ത്രീകളെ കുറിച്ച് പഠിക്കും, അവരുടെ മനസ്സറിയും, അവരുടെ സ്വഭാവം അറിയും. അങ്ങനെ പഠിച്ചിട്ടുള്ള ഇദ്ദേഹം ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ ഏറ്റവും നല്ല സ്ത്രീ എന്റെ ഭാര്യയായിരുന്നു എന്ന് ദസ്തോവ്സ്കി പറയുമായിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശവക്കുഴിയിൽ അവളോടൊപ്പം എന്താണ് അടക്കിയതെന്ന് ഞാൻ അറിയുന്നുണ്ടോ. അവൾ മരിച്ചോടുകൂടി അവളുടെ ശവക്കുഴിയിലെ ഇദ്ദേഹത്തിന്റെയും ജീവിതത്തിൽ ശൂന്യത വന്നു. ശൂന്യതയും അദ്ദേഹം പിന്നെ അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത്, അയാളെ തന്നെ അടക്കി അവിടെ നടത്തും. അയാളുടെ എല്ലാ തരത്തിലുള്ള ഇതായിരുന്നു സ്നേഹം, സ്ത്രീ എന്ന സ്നേഹം ഇതായിരുന്നു. തന്റെ ശൂന്യത മാത്രം ഇനി ജീവിതത്തിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ മരിച്ചതോടുകൂടി ആ കുഴിമാടത്തിലെ പിന്നെ എന്താണ് അടക്കിയതെന്ന് ഞാൻ അറിയുന്നത്. എന്റെ എല്ലാ സ്നേഹവും അവിടെ അടക്കേണ്ടി വന്നു എന്നർത്ഥം. ആ നിമിഷം തൊട്ടേ എന്റെ ജീവിതത്തിലുണ്ടായ ശൂന്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്ന് മുതൽക്കാണ് ശൂന്യത തുടങ്ങിയത്. ദസ്തോവ്സ്കി ശൂന്യത, പിന്നെ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു. ചൂതാട്ടം, അങ്ങനെയാണ് ചൂതാട്ടത്തിന് പോയത്. പിന്നെ വിറ്റ് തുലയ്ക്കുക, എഴുതൂല്ല, അത് എഴുതാനുള്ള അല്ലെങ്കിൽ പുസ്തകത്തിന് കുറച്ച് മുൻകൂട്ടി പറഞ്ഞിട്ട് പേര് വാങ്ങുക. ചൂതാട്ടക്കാരെന്നുള്ള ഒരു പുസ്തകം അത് എഴുതുന്ന സമയത്ത് അതിന് പ്രസാധകരിൽ നിന്ന് പൈസ മുൻകൂട്ടി വാങ്ങി, അല്ലെ? കോപ്പി റൈറ്റ് അവർ എഴുതി കൊടുത്തു. അങ്ങനെയൊക്കെ വാങ്ങി അതൊക്കെ അങ്ങനെ ഉണ്ടായി നടത്തും. അപ്പോ എന്നിട്ടും എഴുതണില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, രോഗം ബാധിച്ചു കിടന്നു. പിന്നെ അദ്ദേഹം കുറെ എന്താ പറയാ മദ്യത്തിനൊക്കെ അടിമയായി തീർന്നു. പിന്നെ ഡിസോർഡറായി ജീവിച്ചു, മടിയനായിട്ട് അവിടെ വീട്ടിൽ കൂടി. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ്. ദൈവമേ, അത്രമേൽ സ്നേഹിച്ച ഒരാളുടെ മരണം നമ്മുടെ ജീവിതത്തെ എത്ര നിശൂന്യമാക്കി തീർക്കുമെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നുണ്ട്. അത്രമേൽ ഞാൻ സ്നേഹിച്ചു പോയി എന്റെ ഭാര്യയെ, അല്ലെ? എന്റെ മേരിയെ ഞാൻ അത്ര പോലും സ്നേഹിച്ചു. അവൾ മരിച്ചതോടുകൂടി ഇവരുടെ ജീവിതം ശൂന്യമായി തീർന്നു അർത്ഥം, അല്ലെ? ഇപ്പോൾ ഞാൻ അറിയുന്നു. അതുകൊണ്ട് തീർന്നോ? ഇല്ല. 3 മാസം കഴിഞ്ഞ ചേട്ടനും മരിക്കുന്നു. ഭാര്യ മരിച്ചതോടുകൂടി 3 മാസം കഴിഞ്ഞതാ ചേട്ടനും മരിക്കുന്നു. പിന്നെയും ഭാര്യയുടെ രോഗങ്ങള്, ഏട്ടന്റെ പിന്നെ കടങ്ങള്, അതുപോലെ ഏട്ടന്റെ പ്രാരാബ്ദങ്ങള്, പിന്നെ ഭാര്യയുടെ നഷ്ടം, ജീവിത നഷ്ടം, ഭാര്യയുടെ ആ ഒരു ജീവിതത്തിലെ ഗ്യാപ്പ്, അല്ലെ? വന്നിട്ടുള്ള ഗ്യാപ്പുകള്, അല്ലെങ്കിൽ പിന്നെ ഒരു സഹായിക്കാനും സ്നേഹിക്കാനും ആരുമില്ലാത്ത അവസ്ഥ, അത് സ്നേഹമെന്ന അതോടുകൂടി എല്ലാം തകർന്നു പോയ അവസ്ഥ, അല്ലെ? പിന്നെ അതോടുകൂടി അപ്പൊ ഏട്ടനും മരിക്കുന്നു. എന്ത് ഭീകരമായിരുന്നു അത്! ആ ചേട്ടന്റെ മരണം കൂടി വന്നപ്പോൾ ആകെ ഏട്ടനായിരുന്നു ആശ്വാസം. അത് വലിയൊരു ഭീകരമായിരുന്നു. എന്റെ ജീവിതത്തിൽ അവർ രണ്ടുപേരുടെയും സ്നേഹത്തിനും പകരം വയ്ക്കാൻ എന്താണുള്ളത്? രണ്ടുപേരുടെ സ്നേഹം, ഭാര്യയുടെയും ഏട്ടന്റെയും സ്നേഹത്തിനു മുമ്പ് പകരം വയ്ക്കാൻ എന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല എന്നർത്ഥം. ചേട്ടൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, ചേട്ടന്റെ അനാഥമായ കുടുംബം, നോക്കൂ, ഇതൊക്കെ സ്വയം ഏറ്റെടുക്കണഞ്ഞി. അനാഥമായ കുടുംബം എനിക്ക് കൈമലർത്താനൊക്കുമോ? എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? എനിക്ക് ആ വയ്യവേലി ഒഴിവാക്കാൻ പറ്റുമോ? എന്റെ ഏട്ടന്റെ കടങ്ങൾ ഞാൻ ഏറ്റെടുക്കണ്ടേ? എന്റെ ഏട്ടന്റെ കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കണ്ടേ? അല്ലെ? അതൊക്കെ ഞാൻ ഏറ്റെടുത്തു. ഒരിക്കലും എനിക്ക് അതിൽ നിന്നും മാറി പോവാൻ കഴിയില്ല. കാരണം അതാണ്, അങ്ങനത്തെ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു നമ്മുടെ ദസ്തോവ്സ്കി. ദസ്തോവ്സ്കിയുടെ വിശാലമായ സ്നേഹ മനസ്സിന്റെ ഉദാഹരണമാണ് അത് എന്നർത്ഥം. ആ ചരടുകളെല്ലാം കൂടി കെട്ടിപടഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എന്റെ ജീവിതം പിഴയുന്നു. നോക്കൂ, ആ ചരടുകൾ, എല്ലാ ചരടുകളും, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ചരടാണ് ഈ പ്രാരാബ്ദങ്ങള്, കഷ്ടതകള്, അല്ലെ? ഭാര്യയുടെ രോഗങ്ങള്, ഭാര്യയുടെ വേർപാടുകള്, ഭാര്യയുടെ പിന്നെ എന്താ പറയാ ശൂന്യമായ ജീവിതം, ഭാര്യയുടെ മരണശേഷം ശൂന്യമായ ജീവിതം, ഏട്ടന്റെ കടങ്ങള്, ഏട്ടന്റെ മരണം, ഏട്ടന്റെ കടങ്ങള്, ഏട്ടന്റെ കുടുംബം, എല്ലാം കൂടി ഏറ്റെടുത്തിട്ട്, പിന്നെ മക്കളുടെ, ഭാഷയുടെ, എമിലിയുടെ അവരുടെ ആവശ്യങ്ങള് എല്ലാം ഏറ്റെടുത്തിട്ട് പാവം അങ്ങനെ ചരടുകളെല്ലാം കൂടി കെട്ടുപണിഞ്ഞ് ആ കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കുരുങ്ങിക്കിടക്കുകയാണ്, കിടന്ന് തന്റെ ജീവിതം പെടുകയാണെന്ന് ദസ്തോവ്സ്കി ഓർമ്മിക്കുന്നു. അങ്ങനെ ഓർമ്മിക്കുക ദസ്തോവ്സ്കി എന്നർത്ഥം കേട്ടോ, അതാണ് പറയുന്നത്. അപ്പൊ നോക്കുക, അതുവരെ ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും അർത്ഥങ്ങളോ അല്ലെ ഇത് വേണമെന്ന പിന്നെ എന്തെങ്കിലും പദച്ചേരുവ നോക്കൂട്ടോ. അവിടെ മിഥ്യയായ ധാരണ കേട്ടോ. മിഥ്യയായ ധാരണ ഗ്രഹിക്കുക എങ്ങനെയാണ്? മിഥ്യയായ ധാരണ. പിന്നെ ഇതില്
ഇതിൽ നോക്കൂ, ഇതില് പിന്നെ ഈ ചരട് ആ ചരടുകളെല്ലാം കെട്ടുപടഞ്ഞ് അത് പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. ആ ചരടുകളെല്ലാം കെട്ടുപടഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എന്റെ ജീവിതം പിടയുന്നു എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതില് പിന്നെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ എന്താ നമ്മൾ എഴുതുക? ആദ്യം നമ്മൾ എഴുതേണ്ടത് പിന്നെ പെരുമ്പടവൻ ശ്രീധരന്റെ പിന്നെ അതായത് പിന്നെ ആത്മാവിന്റെ വെളിപാടിൽ നിന്നെടുത്ത ഭാഗം ദസ്തോവ്സ്കി പ്രഭാതം തുടങ്ങുന്നതിന് മുമ്പ് നഗരവീതിയിൽ വെച്ച് ദസ്തോവ്സ്കി തന്റെ പിന്നെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുകയാണ്. ഒരു സ്നേഹിതനോടെന്ന പോലെ പങ്കുവെക്കുന്നു എന്നർത്ഥം, അല്ലെ? അപ്പൊ തന്റെ ജീവിതത്തിൽ വന്ന ദുരന്തങ്ങൾക്ക് അദ്ദേഹം കാരണം അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപാട് പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും, അല്ലെ, പിന്നെ വെറുപ്പുകളൊക്കെ അനുഭവിച്ച് കടങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം. അതിന് കാരണം എല്ലാ ചരടുകളും, അല്ലെ, അതായത് അദ്ദേഹം പിന്നെ ഭാര്യയുടെ രോഗം, അല്ലെ, ഭാര്യയുടെ രോഗം, പിന്നെ 12 മാസം ഭാര്യയെ ഹോസ്പിറ്റലിൽ ശുശ്രൂഷിക്കുന്ന അവസ്ഥ, ഭാര്യയുടെ മരണം, പിന്നെ ഏട്ടന്റെ മരണം, ഏട്ടന്റെ കടബാധ്യത, ഏട്ടന്റെ കുടുംബം, തന്നെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നു, അല്ലെ, എല്ലാം ഏറ്റെടുക്കേണ്ടി വന്നു. ആ ചരടുകളെല്ലാം അദ്ദേഹത്തിന് പിന്നെ ഏകദേശം എല്ലാ ചരടുകളും കുടുങ്ങിയിട്ട് അങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളെ അങ്ങനെ എഴുതണം കേട്ടോ. ഓക്കെ, അത് മറക്കരുത്, അങ്ങനെ എഴുതാം. അപ്പോ പിന്നെ നോക്കൂ, ഇനി നമുക്ക് അതിന്റെ അടുത്തത് നോക്കൂ. ദസ്തോവ്സ്കി തിരികെ വീട്ടിലെത്തുമ്പോഴും നേരം പുലർന്നിട്ടില്ല, അല്ലെ? അദ്ദേഹം പിന്നെ വീട്ടിലെത്തുമ്പോഴും നേരം പുലർന്നിട്ടില്ല അർത്ഥം, അല്ലെ? ഫെദോസിയ ഉണർന്ന് അടുക്കളയിൽ എന്തോ ചെയ്യുകയായിരുന്നു. ഫെദോസിയ ഉണർന്ന് വേലക്കാരി കോണിപ്പടികൾ കയറി മുകളിൽ ചെന്നു. സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് നെടുതായി നിശ്വസിച്ചു. കണ്ണുകൾ അടച്ചു. നടന്നു വന്നാണല്ലോ, അപ്പൊ ചാരുകസലിൽ കിടന്നിട്ട് ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് നിശ്വസിച്ചു. വലത് കൈ സെറ്റിയിലിരുന്ന പുസ്തകത്തിൽ ചെന്നു. വലത് കൈ എന്ത് ചെയ്തു? പിന്നെ അതായത് എന്തോ കോണിപ്പടികൾ കയറി മുകളിൽ ചെന്നു. സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ച് നെടുതായി ഒന്നാൾ നിശ്വസിച്ചു. എന്നിട്ടോ വലത് കൈ സെറ്റിയിലിരുന്ന പുസ്തകത്തിൽ ചെന്നു മുട്ടി. വലത് കൈ എന്ത് ചെയ്തു? പതുക്കെ പുസ്തകത്തിലേക്ക് ചെന്ന് മുട്ടി. നോക്കിയപ്പോൾ ബൈബിളാണ് അവിടെ. ഇന്നലെ എവിടെയാണ് ഇയ്യോബിനെ വായിച്ചു നിർത്തിയത്, അല്ലെ? ഇന്നലെ എവിടെയാണ് ഇയ്യോബിനെ വായിച്ചു നിർത്തിയത് എന്ന് അദ്ദേഹം ഓർക്കുന്നു. അവിടെ അടയാളം വെച്ചിരുന്നു. അപ്പൊ ഇന്നലെ ഇങ്ങനെ വായിച്ചു നിർത്തുക ഇയ്യോബ് എന്ന കഥാപാത്രം, ബൈബിളിലെ ഒരു കഥാപാത്രം ഇയ്യോബ്, അല്ലെ? ദൈവം പരീക്ഷിക്കാൻ വേണ്ടി വിട്ട ഒരു കഥാപാത്രമാണ് ഇയ്യോബ്, അല്ലെ? ഒരുപാട് പിന്നെ സ്വത്തുകൾ കൊടുത്തെങ്കിലും വലിയ രോഗം കൊടുത്തു അദ്ദേഹം. പിന്നെ ഒരുപാട് മഹാരോഗങ്ങള് ദൈവം കൊടുത്ത് ഒക്കെ ആ കൊടുത്ത് സ്വത്തൊക്കെ തീർന്ന് ആ രോഗത്തിൽ അങ്ങനെ ദുഃഖിച്ച് അവസാനം ഇയ്യോബ് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്നുണ്ട്. ആണ് ഇയ്യോബിന്റെ ജീവിതം, അല്ലെ? അപ്പൊ ബൈബിളിൽ ഒരു കഥാപാത്രം ഇയ്യോബ്. അവിടെ അടയാളം വെച്ചിരുന്നു. അവിടെ തൊട്ട് വീണ്ടും വായിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇയ്യോബിനെ വായിക്കുന്നത് ശീലമായിരിക്കുന്നു. ഇയ്യോബ് തന്നെ പോലെയാണോ? തന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇയ്യോബ്. പക്ഷെ ഇയ്യോബ് സഹിക്കാൻ തയ്യാറായില്ല. ജീവിതം ദൈവം കൊടുത്ത പരീക്ഷണാർത്ഥം ദൈവം കൊടുത്തുള്ള ഒരുപാട് പീഡനങ്ങൾ ഇയ്യോബിന് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം ആ ദൈവത്തെ പോലും താൻ ജനിച്ച നക്ഷത്രത്തെ, ദൈവം ജനിച്ച നക്ഷത്രത്തെ കുറിച്ചിട്ട് ഇയ്യോബ് ശപിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ദൈവം എന്തിനാണ് ഇങ്ങനെ ഈ നക്ഷത്രത്തിൽ ജനിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇയ്യോബിന്റെ ഇതിങ്ങനെ വായിക്കാൻ. നമുക്ക് നമ്മളെ ഒരു കഥാപാത്രമാണ് തോന്നുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം നമ്മൾ വീണ്ടും നമുക്കും വായിക്കാൻ തോന്നും, അല്ലെ? സിനിമയാണെങ്കിലും ഒക്കെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും സിനിമ കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കഥാപാത്രമാണോ വെച്ചാൽ ചിലപ്പോൾ ആ സിനിമ 5ഉം 10ഉം പ്രാവശ്യം നമ്മൾ കാണും ആ കഥാപാത്രത്തെ. അങ്ങനെയൊക്കെ പ്രകടനം ചെയ്യുന്നുണ്ട്, അല്ലെ? അതുപോലെയാണ് ഇദ്ദേഹം ഈ ബൈബിളിലെ ഇയ്യോബിനെയാണ് ഇങ്ങനെ വായിക്കുന്നത്. കാരണം ഇയ്യോബ് ഒരുപാട് പീഡനാനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരീക്ഷിക്കുകയാണ്. അതേപോലെ പീഡനാനുഭവം തനിക്കുമുണ്ടല്ലോ എന്നോർത്താണ് അദ്ദേഹം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇയ്യോബും നമ്മുടെ ദസ്തോവ്സ്കിയും തമ്മിൽ വ്യത്യാസം കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ ഇയ്യോബ് പിന്നെ സ്വന്തം നക്ഷത്രത്തെ ശപിക്കുന്നുണ്ട്. ദൈവം കൊടുത്ത നക്ഷത്രത്തെ, ദൈവം ജനിപ്പിച്ച നക്ഷത്രത്തെ, ഇയ്യോബിനെ കൊടുത്ത നക്ഷത്രത്തെ എന്തിനു എന്നെ ജനിപ്പിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്, പീഡനം സഹിക്കാൻ വയ്യാതെ. പക്ഷെ ഒരിക്കലും നമ്മുടെ ദസ്തോവ്സ്കി ഈ തനിക്ക് കിട്ടിയ പീഡനം കൊണ്ട് ഒരിക്കലും തന്നെ പിന്നെ ശപിച്ചിട്ടില്ല. ദൈവത്തിനോട് ഒരിക്കലും നിന്ദിച്ചിട്ടില്ല.
കാരണം എത്രത്ര പീഡനം കിട്ടുന്നു, എത്രത്ര ദുരന്താനുഭവം കിട്ടുന്നു, അത്രത്തോളം ജീവിതത്തെ സ്നേഹിക്കാനാണ് നമ്മുടെ ദസ്തവെസ്കിയെ പിന്നെ പ്രേരിപ്പിച്ചത്. അവിടെയാണ് ദസ്തവെസ്കിയും ഇയ്യോബും തമ്മിലുള്ള വ്യത്യാസം. ഇയ്യോബ് എന്ത് ചെയ്തു? ബൈബിൾ കഥാപാത്രം ഇയ്യോബ് എന്ത് ചെയ്തു? പീഡനം സഹിച്ച് അവസാനം ദൈവത്തെ പോലും പിന്നെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി. പക്ഷെ ഇദ്ദേഹം പീഡനം സഹിച്ചിട്ട് ജീവിതത്തെ വീണ്ടും 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 സ്നേഹിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആരെ? നമ്മുടെ ദസ്തവെസ്കി. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പൊ നമ്മളെ നോക്കൂ, ഇവിടെ നമുക്ക് തൽക്കാലം ഒന്ന് നിർത്താം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പറയാം. ഓക്കെ, താങ്ക് യു.